ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിൽ മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാന്ന് പറഞ്ഞാൽ അവരുടെ പുളിയറക്കോണത്തെ അഡ്രസ്സ്. മറ്റേ നമ്പറാണെങ്കിൽ അന്ന് ഭയങ്കര ഫാൻസി ആയിട്ടൊക്കെ പറയണം. അപ്പം അതുപോലെ തന്നെ ലൈവാണ്. അന്ന് അറിവില്ലായ്മയുടെ ഇതിലായിരിക്കും. എൻ്റെ വിചാരം എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും, ഞാൻ വന്ന് ഭയങ്കര റോള് കളിക്കും. പിന്നീട് മനസ്സിലായി അങ്ങനെയല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ആ ഗെയിമിൽ നന്നായിട്ട് കളിച്ച് നമ്മൾ നന്നായിട്ട് പൂർത്തിയാക്കിയാലേ നമുക്ക് ലക്ഷറി ബഡ്ജറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു 3000 രൂപ കിട്ടുള്ളൂ. ഈ 3000 രൂപ കൊണ്ട് സാധനങ്ങൾ വാങ്ങുക. ഇപ്പോഴൊക്കെയാണ് ഇവർക്ക് പിന്നെയും ഇപ്പം ഇവർ പറയും ഫുഡ് അധികം കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ദാല് മാത്രം കഴിച്ച് ജീവിച്ച ആൾക്കാരുണ്ട്. ഈ ഓട്ടം കാരണം ഇച്ചിരി കൂടെ ഒന്ന് മെച്ചുവേർഡ് ആയിട്ട് കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് 2 years ഉണ്ട്. പക്ഷെ ഇതുവരെ അവൻ്റെ ആ ഇത് കുറഞ്ഞിട്ടില്ല. ഇല്ല, ഭയങ്കര ഹൈപ്പറാണ്. എല്ലാവരും പറയുന്നത് സൈബീരിയൻസ് മോസ്റ്റ്ലി അങ്ങനെയാണെന്ന് പറഞ്ഞു. ഹായ്, വെൽക്കം ടു കാൻഡി ടോക്സ്. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് കുറേ നാളായിട്ട് നിങ്ങൾ കാണാത്ത ഒരാളാണ്. ഇന്നാൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ സ്വന്തം ഇലീന പടിക്കൽ. വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു. എവിടെയായിരുന്നു ഇത്ര നാളും? ഞാനിവിടെയൊക്കെ ഉണ്ട്. നിങ്ങൾ എന്നെ പരിപാടിയിൽ കാണാത്ത എന്നെ കുഴപ്പമില്ലെന്നൊക്കെ. അങ്ങനെയല്ല, സജീവമായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അമൃത TV കാണുന്നവർക്ക് ഇപ്പൊ ഏതാ ഷോ ചെയ്തോ? അമൃത TVയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് ഈ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രോബബ്ലി കുറച്ച് കുറഞ്ഞല്ലേ. കല്യാണം കഴിഞ്ഞ എലീന ഒതുങ്ങി നിൽക്ക്. കല്യാണം കഴിഞ്ഞവരുടെ കൂടെ എലീന ഒതുങ്ങി, അത് തമ്മിലും അടക്കാം നമുക്ക്. അങ്ങനെ തമ്മിൽ അങ്ങനെ കൊടുത്തു കല്യാണം കഴിഞ്ഞ എലീന ഒതുങ്ങി എന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും വീട്ടുകാർക്കും എന്റെ കൂട്ടുകാർക്കും അറിയാം കല്യാണം കഴിഞ്ഞ അഹങ്കാരിയായത് വീട്ടിൽ കയറാത്തത്. ഓക്കെ, സെറ്റ്. നമുക്ക് കരിയറിന്റെ തുടക്കം തൊട്ടൊന്ന് വെറുതെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള. എത്രാമത്തെ വയസ്സിലാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്? ആങ്കറിംഗ് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്തത്? ഒരു 7 വയസ്സുള്ളപ്പോഴാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 7 8. എങ്ങനെയാ അതിലോട്ട് ഫസ്റ്റ് വരുന്നത്? 2004 2005 ആ ടൈമിലാണ്. 2005 എന്തായാലും അവാർഡ് മേടിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളൊരു എൻ്റെ അപ്പൻ ബിസിനസ്സാണ്. നമ്മൾ ട്രിവാൻഡ്രത്തായിരുന്നു. ഞങ്ങളൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ വർഷവും ഈ അഡ്വർടൈസിങ് ഏജൻസിയുടെ ഒരു ഫംഗ്ഷൻ പല സ്ഥലങ്ങളിലായിട്ട് നടക്കും. ഒരു തവണ മൂന്നാറിൽ വെച്ച് നടക്കുന്നു. അന്നും കുരുപ്പാണ്, ഇന്നും കുരുപ്പാണ്. എല്ലാ കാര്യത്തിനും അലമ്പി തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാരന്റ്സ് ആണെങ്കിൽ മറ്റേ അപ്പൻ രാവിലെ എണീറ്റ് ഞാൻ ഗുഡ് മോർണിംഗ് മോളെ, അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് അപ്പൊ പറഞ്ഞിട്ട് ഭയങ്കര ഓണായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ മൂന്നാർ പറയുന്ന സ്ഥലത്ത് എല്ലാവരുടെ അടുത്ത് ഹായ് പറയുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, ഹായ് പറയുള്ളൂ. അവരിങ്ങ് വന്നേന്ന് പറഞ്ഞാൽ നോ മമ്മ സേ നോ സ്ട്രേഞ്ചേഴ്സ് ആ സീനാ ഞാൻ. അപ്പൊ ഒരു പിങ്ക് സ്വെറ്റർ ഒക്കെ ഇട്ടിട്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു വിഷ്വൽസ് ഒക്കെ അവര് ന്യൂസിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തു കണ്ടു. അന്ന് സനുഷ ഫീൽഡിൽ നിൽക്കുന്ന സമയം. സനുഷയ്ക്ക് സിനിമ ചെയ്യണം. അപ്പൊ ഒരു പ്രോഗ്രാം ചെയ്യാൻ ഇരുന്നിരുന്നിടത്തുനിന്ന് സനുഷയ്ക്ക് മാറേണ്ട ഒരു അവസ്ഥ വരികയാണ് അവിടേക്ക്. അപ്പൊ എന്നാ പിന്നെ ഈ കുട്ടീനെ നമുക്ക് നോക്കാം. ആദ്യത്തെ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്യുന്നത്. ആ ബട്ടർഫ്ലൈസിനാണ് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പിന്നെ അവിടുന്ന് എനിക്ക് തിരിഞ്ഞ് ഇങ്ങനെ നോക്കേണ്ട വന്നിട്ടില്ല. ഐശ്വര്യം എന്ന് പറയാം. ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ ഈ ഫീൽഡിൽ വരണം എന്നോ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് പോലും അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ അഭിനയമാണ് എന്റെ താല്പര്യം, അങ്ങനെയൊന്നും വിചാരിച്ച് വന്നതല്ല. അന്ന് കിട്ടിയ കുറെ സഹോദരങ്ങളല്ല സൗഹൃദങ്ങൾ കേട്ടോ. ഇപ്പൊ പോലും മലയാളം സംസാരിക്കാൻ അറിയാത്ത ഞാനാണ് ആങ്കറിങ് ആണെന്നും പറഞ്ഞ് നടക്കും. ഇതൊക്കെ ഓരോ ലക്ക് ഫാക്ടർ. എന്നെക്കാട്ടിലും കഴിവും ഭംഗിയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ഉണ്ട്. അവർക്കൊക്കെ ഇപ്പോഴായിരിക്കും അവസരം കിട്ടുന്നത്. അന്ന് ഈ പറയുന്ന പോലെ ഈ യൂട്യൂബോ ഇൻസ്റ്റയോ ഒന്നുമില്ല. അപ്പൊ ഒരു പ്രോഗ്രാം ചെയ്തു. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കുറെ വർഷം ചെയ്യുന്നു. അപ്പൊ പുതിയ ചാനൽ വരുന്നു. 2 years ഐ തിങ്ക് 2 to 3 years. അപ്പോഴത്തേക്കും പുതിയ ചാനൽ വരുന്നു, കിരൺ TV വരുന്നു. അതിലേക്ക് പ്ലേസ്ഡ് ആവുന്നു. അവിടെ നിന്ന് എനിക്ക് പ്രൊമോഷനാണ്. കിരൺ TVയുടെ പിള്ളേരുടെ പരിപാടി ചെയ്തു. ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവരുടെ തന്നെ വലിയവരുടെ പരിപാടി ചെയ്യുന്നു. പിന്നെ അവരുടെ പ്രണയങ്ങളുടെ പരിപാടി ചെയ്യുന്നു. അങ്ങനെ പേര് ഓർമ്മയുണ്ട് കിരൺ TVയിലായിട്ട് ലാസ്റ്റ് ചെയ്ത? എനിക്ക് ഫോൺ നമ്പേഴ്സ് വരെ ഇപ്പൊ എല്ലാത്തിന്റെ ഓർമ്മയുണ്ട്. ഏഷ്യാനെറ്റിന്റെ ആണെങ്കിൽ മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാന്ന് പറഞ്ഞാൽ അവരുടെ പുളിയറക്കോണത്തെ അഡ്രസ്സ്. മറ്റേ നമ്പർ ആണെങ്കിൽ അന്ന് ഭയങ്കര ഫാൻസി ആയിട്ടൊക്കെ പറയാം. ലൈവാണ്. അപ്പൊ ജസ്റ്റ് ഫോർ കിഡ്സ് എന്നാണ് പരിപാടിയുടെ പേര്. അപ്പൊ അന്ന് ഫസ്റ്റ് ചെയ്യുന്ന കിരൺ TVയുടെ ഫസ്റ്റ്. അപ്പൊ അന്നത്തെ ട്രെൻഡ് ഇങ്ങനെയാണ്. ഹായ് ഹലോ വ്യൂവേഴ്സ് ആൻഡ് വെൽക്കം ടു ജസ്റ്റ് ഫോർ കിഡ്സ്. ജസ്റ്റ് ഫോർ കിഡ്സിലേക്ക് വിളിക്കേണ്ട നമ്പർ 047. ഇങ്ങനെ ചെയ്യാൻ പറയാവരല്ലേ? ഇല്ല, നമ്മൾ കയ്യിലിടുന്ന. പക്ഷെ അന്ന് പിള്ളേരെ പിടിച്ചിരുത്തണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോൺ വരണം, പിള്ളേർ വാക്കുകൾ കൊണ്ട് അമ്മാനെ ആടുന്നതിനെക്കാട്ടിലും കൂടുതലേ നമ്മള് പറ്റി ഭയങ്കര സംഭവം എന്നുള്ളത് ആക്കണമല്ലോ. അപ്പൊ 047117070773 ഇതാണ് ഹൈലൈറ്റ്. 3 ഇങ്ങനെ കാണിക്കുന്നതായിരുന്നു അന്നത്തെ ഹൈലൈറ്റ്. നമ്പർ പറയുന്നു.
വിളിക്കുന്നവരപ്പോ ടിവിയിൽ ശ്രദ്ധിച്ചാണെങ്കിൽ ഞാൻ പറയുന്നത് ടിവിയുടെ വോളിയം കുറച്ച് വെക്കണം, അതൊക്കെ ആക്ഷൻ ആണ്. ടിവിയുടെ വീട്ടിലെ കറി എന്താന്നൊക്കെ ചോദിക്കായിരുന്നോ? വീട്ടിലത്തെ കറി എന്താന്നൊക്കെ ചോദിക്കായിരുന്നു. വീട്ടിലെ കറീനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു അന്ന് കുറച്ചും കൂടെ പിന്നെ ബുദ്ധിയും വിവരമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാ. വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏത് ക്ലാസ്സിൽ പഠിക്കും, ഭാവിയിൽ ഏത്, അന്നത്തെ വലിയ ചോദ്യങ്ങളാണ് ആഗ്രഹം. 11th 12th ഒക്കെ ആകുമ്പോ ഏത് കോഴ്സ് എടുക്കണമെന്നാ താരൊക്കെ ചോദിക്കുകയോ? അതൊക്കെ ചോദിക്കാതെ ഇഷ്ടമുള്ള പാട്ടിന്റെ കാര്യങ്ങൾ ചോദിക്കും. കൊച്ചുപിള്ളേരുടെ പരിപാടി. ഇറ്റ് യൂസ് ടു ബി ഫൺ. പക്ഷെ ഐ സ്റ്റിൽ റിമെമ്പർ ഓൾ ദോസ് തിങ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതായിരുന്നു അവരുടെ? പിന്നെ നിങ്ങൾക്കറിയാമോ ഡാർലിംഗ്. പിന്നെ ചില സമയത്ത് ഏതെങ്കിലും ഒരു ആങ്കർ രാവിലെ എണീക്കാൻ ലേറ്റ് ആയെന്ന് വിചാരിക്കാം. മൈ ഹൗസ് വാസ് ലൈക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ്, കുറച്ച് അടുത്താണ്, ഒരു ലൈൻ അപ്പുറമായിട്ടായിരുന്നു. വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും ഇങ്ങനെ വരാൻ ലേറ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എലീന ഒന്ന് സബായിട്ട് നിന്നോണം, പെട്ടെന്ന് ഓടി വരണം. എനിക്കൊന്ന് ഗുഡ് മോർണിംഗ് കിരൺ അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് കിരൺ ഉണ്ടായിരുന്നു 8 മണിക്ക് അല്ലേ? 7 മണിക്കല്ലേ? 7 മണിക്ക് കേട്ടോ. അങ്ങനെ ഇതിലെ ഏറ്റവും വലിയ രസം എന്താ പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. അന്ന് ഞാൻ ഹോളി ഏഞ്ചൽസ് IC സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം പിന്നെ ഫോം ഉള്ള അല്ലെങ്കിൽ സ്കേർട്ടും ബ്ലൗസ് ആയിരുന്നു പിന്നീടായിരുന്നു. പക്ഷെ ആ സ്കേർട്ട് എന്ന് പറയുമ്പോൾ ടോപ്പ് ക്രോപ്പ് ടോപ്പും സ്കേർട്ടും. ഈ സ്കേർട്ടിന്റെ മേളിൽ ഞാൻ ഇടേണ്ട ഡ്രസ്സ് വിട്ട് വരെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. താരം കാണുന്നില്ലല്ലോ, ഫുൾ ഫ്രെയിം ഇവിടെ വരെയല്ലേ കാണാം, ഹാഫേ വരുള്ളൂ. ബാക്കി മറ്റേ മെസ്സേജ് സ്ക്രോൾ ചെയ്ത് പോകുമല്ലോ. വിളിക്കാനുള്ള നമ്പർ, അന്ന് കുറെ മെസ്സേജസ് പോകുന്നതായിരുന്നു ഹൈലൈറ്റ്. മറ്റേ മെസ്സേജ് നമുക്ക് അതായത് ടിവിന്റെ താഴ്ഭാഗത്തൂടെ നമുക്കൊരു മെസ്സേജ് പോകും. ഒരു എക്സ്ട്രാ ഒരു TV വെച്ച് തരും. അപ്പൊ അതിൽ നോക്കി നമുക്ക് പറയാം. നൂറിക്കൊക്കെ അന്നത്തെ ഒരു വലിയ ആളായിരുന്നു, നൂറ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. അയാൾക്ക് റിപ്ലൈ കൊടുക്കുക, നമ്മൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ഇത്ര പോർഷനേ വരുള്ളൂ നമ്മുടെ താഴോട്ടേക്കാണല്ലോ. അപ്പൊ സ്കൂൾ യൂണിഫോമിന്റെ മേളിലായിരിക്കും ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട്. അതായത് പണ്ട് എന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്ന ഒരു സാധനം പറയുന്നത് ഈ ട്യൂഷന് പോവാന്ന് പറഞ്ഞ സംഭവം ഇല്ല. അതെന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ ട്യൂഷൻ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന് പോവാന്നുള്ളതാ. വൈകുന്നേരം പഠിക്കുന്നേ, അത് കഴിഞ്ഞ് പഠിക്കും. വലിയ മിടിക്കൊന്നുമല്ല, അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര മിടിക്കൊക്കെ തന്നെയാണ്. കാരണം അപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ എന്ത് പണിക്ക് പോയാലും കിടിലായിരിക്കണം. ഒരു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അമ്മ സ്കൂളിൽ വരെ വരാണ്ടിരുന്നിട്ടുണ്ട്. അപ്പനായിരുന്നു പിന്നെ വരുന്നത്. അപ്പൊ പഠിത്തം ഭയങ്കര നിർബന്ധമായിട്ട് അതിന്റെ ഇടയിൽ പഠിച്ചു പോകും. പിന്നെ പൊതുവേ ഞാൻ ഈ രാത്രി ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഏർലി മോർണിംഗ് ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്. ഒരു 3 മണിക്കൊക്കെ എണീക്കും. അതൊന്നും എനിക്കൊരു പുത്തിരിയുള്ള സാധനമല്ല അന്ന്. 3 മണി തൊട്ട് എനിക്ക് ഇരുന്ന് ഒരു 7 അല്ലെങ്കിൽ ഒരു 6 വരെ പഠിക്കുന്നത് എനിക്ക് ഫ്രഷ് ആയിട്ട് എന്റെ ടൈപ്പ് ഓഫ് സ്റ്റൈല് അങ്ങനെയാണ്. ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നത് ശരി. അപ്പൊ അതുകൊണ്ട് പഠിക്കുന്നൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പ്. അല്ലാണ്ട് ഈ മറ്റേ ഏതോ രാവിലെ 3 മണിക്ക് ഇരുന്ന് പുസ്തകം അതൊന്നുമില്ല. ഞാൻ പഠിക്കും. വൈകുന്നേരം ഒക്കെ കിടന്ന് ആലമ്പി തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇച്ചിരി നേരത്തെ കിടന്ന് ഇറങ്ങിക്കഴിഞ്ഞ് രാവിലെ 3 മണിക്ക് എണീച്ചാൽ എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ അതായിരുന്നു. എന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നിട്ട് പക്ഷെ അങ്ങനെയായിരുന്നു. അപ്പം ഈ സ്കൂളിന്റെ ഈവനിങ് എൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ പിന്നെ സൂര്യ TVയുടെ അന്ന് കോളേജ് ആയിരുന്നു, റെഡ് കളർ വണ്ടി, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഏതെങ്കിലും ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ വലിയ ബോർഡുള്ള വണ്ടി, ഒരു സ്കോർപിയോ ആയിരുന്നു സ്ഥിരമായിട്ട് എന്നെ വിളിക്കാൻ വരാറുണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ ഇന്നോവയൊക്കെ, അന്ന് സ്കോർപിയോ ആയിരുന്നു പറഞ്ഞു, ഒരു ബ്ലൂ കളർ സ്കോർപിയോ വിത്ത് റൈറ്റിംഗ്സ്. അപ്പൊ സ്കൂളിൽ എന്നെ വിളിക്കാൻ വരുന്ന ഈ വണ്ടികൾ അമ്മ ഉണ്ടാവും കൂടെ. അതായിരുന്നു എൻ്റെ ഓർമ്മകൾ. അത് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ പോകുന്നിടം വരെ അങ്ങനെ അതായിരുന്നു റൂട്ടീൻ. ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കാണ് പോകുന്നത്, +2 ഡിഗ്രിക്ക്. നാട് കടത്തിയതാ വീട്ടുകാര്. പഠിച്ച കോമേഴ്സ്. അങ്ങനെയാണ് IAS ആവണം, IPS, IAS എന്തായിരുന്നു ആഗ്രഹം? സിവിൽ സർവീസ് എഴുതണം എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്റർവ്യൂസിൽ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു, സിവിൽ സർവീസ് എഴുതണം എന്ന് ഭയങ്കര ആഗ്രഹം. പണ്ട് തന്നെ ട്രോൾ ചെയ്തിട്ടുള്ള സിവിൽ സർവീസിന്റെ കാര്യം. പക്ഷെ ഞാൻ ആക്ച്വലി ഭയങ്കര ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മള് ആങ്കറിംഗ് ഒക്കെ ചെയ്ത് വരുന്നുണ്ടായിരുന്നു, അതിന്റെ ആ സമയത്ത് എപ്പോഴാണ് ഇങ്ങനെ സിവിൽ സർവീസിന് പോകണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് യൂണിഫോം ഭയങ്കര ഇഷ്ടമാണ്, IPS യൂണിഫോം ഇഷ്ടമാണ്. എന്റെ ആഗ്രഹം എന്താ വെച്ചാൽ IPS യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ചു വരും. എനിക്ക് ഡ്രൈവർ ആവശ്യമില്ല, ഞാൻ തന്നെ വണ്ടി എനിക്കെന്തോ അന്ന് അറിവില്ലായ്മയുടെ ഇതിലായിരിക്കും. എന്റെ വിചാരം എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും, ഞാൻ വന്ന് ഭയങ്കര റോള് കളിക്കും. പിന്നീട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്യാവശ്യം അന്നും കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ട്. സ്കൂളിലാണെങ്കിലും മറ്റേ ലൈനിൽ നിൽക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ ഞാനാണ് നിൽക്കുന്നത്. സ്പോർട്സിലൊക്കെ ഭയങ്കര സ്മാർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്റെ വിചാരം IPS ഓഫീസർ ആണെങ്കിൽ ഭയങ്കര ഇതാണ്. അപ്പൊ കാണുന്നവരൊക്കെ പറയും I see a good IPS ഓഫീസർ in you. മതി, എനിക്ക് അപ്പയുടെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേരുണ്ട്. അപ്പം അവരിങ്ങനെ ഒരു മോളെ പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്ലാസ്സിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ
ക്ലാസ് അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാരലായിട്ട് പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ പോലെ ക്ലാസ് ഉണ്ടായിരുന്നോ? സിവിൽ സർവീസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഞാൻ പോയി. എല്ലാം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഷൂട്ട് കുറച്ചും കൂടെ ഒന്ന് ഹെക്റ്റിക് ആയപ്പോഴും സ്കൂൾ ടൈം ആണല്ലോ, അപ്പൊ നമുക്ക് ടൈം ഉണ്ട്, പഠിക്കാൻ പറ്റും എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒന്ന് ഉഴപ്പിയിട്ട് പിന്നെ പ്രോഗ്രാംസ് തന്നെ ഫോക്കസ് ചെയ്യും. പ്രോഗ്രാംസിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണ്, ഈ പറഞ്ഞ പോലെ പണ്ട് ഈ ഒരു ചാനലിൽ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെയായിരിക്കും പിന്നീട് വേറെ ചാനലിൽ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ആയിട്ട് പോകും. അപ്പൊ അവര് വിളിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അവരോട് നോ പറയാൻ പറ്റില്ല, ബിക്കോസ് അത്രയും അടുപ്പമാണ്, കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്താ വന്ന് ചെയ്യാം. പിന്നെ അന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പുതിയ പുതിയ പ്രോഗ്രാമുകൾ ഭയങ്കര രസമാണ്. അങ്ങനെ അതിലങ്ങനെ പോയി അപ്പൊ സിവിൽ സർവീസ് ചെയ്യാം, ടൈം ഉണ്ടല്ലോ. അങ്ങനെ ടൈം വെച്ച് ഇപ്പം ചെറിയൊരു മടിയിലേക്ക് എത്തിയിരിക്കും. എനിക്ക് തോന്നുന്നു ഇനിയും ട്രൈ ചെയ്യാം. പഴയ ഒരു വിവരവും വിദ്യാഭ്യാസവും ബോധവും ഒന്നും എനിക്ക് ഇപ്പം ഇല്ലാത്തൊരു ഫീൽ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എളുപ്പമല്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ജനറൽ നോളജിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ഇനി ഞാനത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം എല്ലാത്തിൽ നിന്നും മാറി നിന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഒരു ജെനുവിൻ ആയിട്ട് രീതിയിൽ നമുക്ക് പോയി ബാങ്ക് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ശ്രമിക്കാൻ ഒരു ആഗ്രഹം പറയുന്നുള്ളതോട് പ്രോബബ്ലി ഞാൻ എഴുതി നോക്കും ഒരു തവണ, കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. അത് എപ്പോൾ പ്രിപ്പയർ എന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും പ്രിപ്പയർ ചെയ്യില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രെയിനിന് വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ച് ചിലപ്പോൾ ഞാൻ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഡിഗ്രിയുടെ സെക്ഷനിലോട്ട് വരാം. BA ട്രിപ്പിൾ മേജർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഹിന്ദുവില് ജേർണലിസത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഹിന്ദുവില് ജേർണലിസത്തിൽ ഇന്റേൺഷിപ്പ് ഉണ്ടാവും, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് MBA. എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പ് ഹിന്ദുവിൽ ചെയ്തെങ്കിലും അത് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പെയ്ഡ് ജേർണലിസം പോലെ തന്നെയായിരുന്നു. ബിക്കോസ് എന്റെ കോഴ്സ് ഞാൻ ചെയ്തത് മാസ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. സോ ട്രിപ്പിൾ മേജർ എന്നുള്ളൊരു കോഴ്സാണ്, BA ആണ് ചെയ്തത്. പക്ഷെ ഞങ്ങളുടെ കോളേജിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിന് പറയുന്നത് CEP എന്നായിരുന്നു ആ കോഴ്സിന് പറയുന്നത്. സോ അതിൽ മാസ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്, സൈക്കോളജി ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സെമസ്റ്ററിൽ ഓരോ തവണയും മാസ് കമ്മ്യൂണിക്കേഷന്റെ എല്ലാം പഠിക്കും. മീഡിയയും പ്രിന്റും പഠിക്കും, ഡിജിറ്റലും എല്ലാം നമ്മളിങ്ങനെ പഠിച്ചിട്ടാണ് പോകുന്നത്. സൈക്കോളജിയുടെ അതുപോലെ തന്നെ എല്ലാ സൈക്കോളജിയും പഠിക്കും, ലിറ്ററേച്ചർ എല്ലാം പഠിക്കും. അപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും ബാക്കി 2 കോഴ്സുകൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കുമല്ലോ, നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ വരുമ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് വേണ്ടത്. അപ്പോൾ ഓരോ സെമസ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇന്റേൺഷിപ്പ് ചെയ്യാം. അത് വേണമെങ്കിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്യാം. ബിക്കോസ് ബാംഗ്ലൂരൊക്കെ ഉള്ള പോലത്തെ സ്ഥലങ്ങളിൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ് ചെയ്യുന്നത്. അവർ പഠിക്കുമ്പോഴേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് അത്ര ആയിട്ടില്ല. പക്ഷെ ഹിന്ദുവിൽ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അവർ തന്ന ജോബുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഞാൻ ചെയ്യുന്ന സമയത്തായിരുന്നു ഹരിത എന്ന് പറയുന്ന പുള്ളിക്കാരത്തി IAS ബാങ്ക് ചെയ്തതും IAS ഓഫീസർ ആയത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ്. അപ്പൊ അതൊക്കെ പോയി ഇരുന്ന് ഇംഗ്ലീഷിൽ അന്നിരുന്ന് അപ്പോഴും മനസ്സിലുണ്ടായിരുന്നോ? കാരണം പുള്ളിക്കാരത്തി ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുമ്പോൾ മറ്റേ സീനല്ലേ, ഭാവിയിൽ ഞാനും ഇതൊക്കെ ആവും, ഞാനും ഇങ്ങനെ, അപ്പൊ എന്നെ ഇതുപോലെയൊക്കെ വന്ന് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഓർമ്മയുണ്ട് ഇങ്ങനെ എഴുതുന്നതും. എന്റെ അമ്മയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം വൊക്കാബുലറി ഹിന്ദുവിലാണല്ലോ, അപ്പൊ അതിനനുസരിച്ചൊക്കെ ചെയ്യണം. അതൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ആയിരിക്കാം. ഈ പറയുന്ന പോലെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഹിന്ദുവിന് വേണ്ടി ആർട്ടിക്കിൾ എഴുതുക, ചിലത് ഫ്രണ്ട് പേജിൽ വരിക, എഡിറ്റോറിയലിൽ വരിക. നമ്മുടെ പേര് വരില്ലേ കൂടെ? ഇല്ല, അവരുടെ ചിലതിൽ വരും, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇതായിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ഈ എഡിറ്റർ ഹിന്ദു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് പോയി ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനത്തിനൊക്കെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് പേര്. പിന്നെ പക്ഷെ അതൊന്നും ഞാൻ അങ്ങനെ ആ സമയത്തെ എനിക്ക് തോന്നുന്നു, ഇന്നിപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അയ്യോ അതൊക്കെ പേപ്പറുണ്ട്, പക്ഷെ ഈ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ സ്റ്റോറി ആയിട്ട് കിട്ടും, ഇതൊക്കെ ഭയങ്കര സംഭവമില്ലേ. എനിക്കത് ഞാനും മീഡിയ ഒരേപോലെ വളർന്നു വന്നോണ്ട് മുന്നോട്ടേക്ക് എന്റെ പഴയ കാലം എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ സംഭവം അല്ല. പിന്നെ ഭയങ്കര സംഭവമല്ലേ, അത് ഭയങ്കര. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? ഇതിന്റെ ഇടയ്ക്കൂടെ ഷോസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോന്റെ പിന്നെ അസോസിയേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പിന്നെ ഒരു കിടിലം ഒരാളുണ്ട്, അച്ചു ഫാഷൻ മോങ്ക. അല്ല, എനിക്ക് ഓർമ്മ വരാൻ കാരണം വെച്ചാൽ എന്റെ ഏജ് ഗ്രൂപ്പ് ഉള്ളവരാണ് അവിടെ പാടാൻ വരുന്നത്. ഞാൻ അവരായിട്ട് ഭയങ്കര കമ്പനി അടിച്ച് മറ്റേ വോക്കി ടോക്കി ആയിട്ട് അവിടുന്ന് അവരുടെ പ്രൊഡ്യൂസർ അടുത്ത് ഇന്ന ആളാ കയറുന്നത്, വളരെ അടുത്ത് നീ കേട്ടോ എന്നൊക്കെ പറയും. വളരെ ഞാനെന്ന് ചോദിച്ചപ്പോ ഈ അച്ഛച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇതാരാന്നറിയോ, അസോസിയേറ്റ് ഡയറക്ടറാ, നീ മാം എന്ന് വിളിക്കണം ആ സിംഗറിനോട്. ഞാൻ നാളെ തൊട്ട് ഞാൻ മാം ആണ്.
അതിപ്പോഴും എൻ്റെ അടുത്ത് അസ്ലം രേഷ്മ രണ്ടുപേരും പാട്ടുവരും. അപ്പൊ അസ്ലം ഇപ്പോഴും പറയും ഞാനൊന്ന് ഇവിടെ നടിയാന്ന് വിളിച്ചു ഭയങ്കര ഒന്നിനോട് പറയാം ഇവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടറാ മാഡം അത് അവിടെ ഇത്രേ ഉള്ളൂ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നത് ഈ പഠിക്കുന്നതിന്റെ ഇടയ്ക്കൂടെ പക്ഷെ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്. ഷെഡ്യൂൾഡ് ടൈമിൽ ഇങ്ങടേക്ക് വരും? അല്ല നമുക്ക് ഷെഡ്യൂൾഡ് ടൈമിലല്ല, അത് ആക്ച്വലി എൻ്റെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. പക്ഷെ ആ ഷോ കുറച്ച് ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ അവിടുന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് കുറച്ച് നാളും കൂടെ ഒന്ന് നിന്നിട്ടാണ് ചെയ്തത്. MBA ഏതിലാ ചെയ്തേ? ഡ്യുവൽ ഓണേഴ്സ് ആയിരുന്നു അത്, HR മാർക്കറ്റിംഗ്. എല്ലാം രണ്ടും വീട്ടുകാർ ഭയങ്കര ബുദ്ധിയുള്ളവരെ ഏതാണെന്നറിയോ, അതായത് ഏതെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കിട്ടുമല്ലോ, ഏതാണ് നമുക്ക് ജോലിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത അതിൽ കയറാം. അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും നിർബന്ധം ഇത്രേ ഉള്ളൂ. പഠിത്തമാണ് നമ്മുടെ അൾട്ടിമേറ്റ്, എഡ്യൂക്കേഷൻ ആണ് എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത്. ശരിയാണത്. അപ്പൊ ഞാൻ കൊച്ചിലും മൂലം കേൾക്കുന്ന ഒരു കാര്യം ഇതാണ്, നീ എന്ത് ഫീൽഡിൽ പോയിക്കോ, നിനക്ക് ഇപ്പൊ 40 വയസ്സുള്ളപ്പോൾ നിന്റെ കയ്യിൽ ഒരു നല്ല ഡിഗ്രി നല്ല ഡിഗ്രി ഉണ്ടെങ്കിൽ നാളെ നിനക്ക് ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നീ എക്സ്പെക്ട് ചെയ്യുന്ന ജോലി കിട്ടിയില്ലെങ്കിലും ഡിഗ്രി ഉണ്ട്, ഇന്ന ആൾക്ക് ഇത്ര ഇതിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അതിന് അവർക്ക് തന്നെ ക്രെഡിറ്റ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പഠിച്ച് ഇത്രയും ഡിഗ്രി എടുത്തിട്ടുണ്ട്, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു 9 to 5 ജോബ് വേണം ഇതിൽ നിന്ന് മാറാൻ? ഇതിപ്പോ എന്നാ ടെലികാസ്റ്റ് ആവണത് എനിക്കറിയില്ല. വീക്ക് ബാക്ക് എടുക്കുവാണെങ്കിൽ അല്ല വേണം മിനിങ്ങാന്ന് വരെ ഞാൻ വീട്ടിൽ ഇത്തവണ ബാംഗ്ലൂർ പോയി കറങ്ങി വരുന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു ഗൈസ് ഞാൻ 9 to 5 ജോബ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ആദ്യം ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു 9 to 5 ജോബിലേക്ക് കയറണം. എന്നിട്ട് എൻ്റെ വിചാരം എന്താ വെച്ചാൽ എല്ലാ മാസവും 2 day ലീവ് ഓഫ് കിട്ടുമല്ലോ, അപ്പൊ അതെനിക്ക് 4 day ആക്കി ഒറ്റയടിക്ക് എടുത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും പോയി ജോയിൻ. അപ്പൊ അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല, അങ്ങനെയൊന്നും കിട്ടത്തില്ല. 9 to 5 ജോബ് ആണെങ്കിൽ ജോബ് തന്നെയാണ്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. റൂത്ത് പറഞ്ഞു ഇറങ്ങണമെങ്കിൽ ഇറങ്ങാൻ വെച്ചാൽ റൂത്ത് ഭയങ്കര ഫ്രീ ആണ്, അങ്ങനെ നിർബന്ധിച്ചൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് പിന്നെ പക്ഷെ നോക്കി നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ. അത് രോഹിത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിക്കാം. അപ്പൊ 3 വർഷം അല്ലെങ്കിൽ 2.5 വർഷം മുൻപ് കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറെ നാളായിട്ട് ഞങ്ങൾ എലീനനെ ഭയങ്കരമായിട്ട് കാണുന്നില്ല. എന്തായിരുന്നു അപ്പൊ 2.5 വർഷം ചെയ്യുന്നത്? കാണുന്നില്ല എന്ന് വെച്ചാൽ മീഡിയയിലുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു പഴയ പോലെ സജീവമായിട്ട് ഉണ്ടാവില്ലായിരിക്കാം. ഒരു പക്ഷേ ഒരെണ്ണം ഞാനായിട്ട് തന്നെ കുറെ പ്രോഗ്രാംസ് കട്ട് ഡൗൺ ചെയ്തായിരുന്നു. ബിക്കോസ് ഷൂട്ടിന്റെ സ്കെഡ്യൂൾസ് ഒക്കെ അറിയാലോ എങ്ങനെയായിരിക്കും വരാന്നുള്ളത്. പിന്നെ റൂത്തിന്റെ വീട് എന്ന് പറയുന്നത് കാലിക്കറ്റ് ആണ്. അപ്പൊ ഐ വോണ്ടഡ് ടു എക്സ്പ്ലോർ ഹിസ് പ്ലേസ്, ഐ വോണ്ടഡ് ടു എക്സ്പ്ലോർ റൂത്തിനെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എനിക്കറിയാം. പക്ഷെ എന്നാലും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ടൈം, റൂത്ത് ഞാനും എൻ്റെ അപ്പയമ്മയുള്ള ഒരു ടൈം, അങ്ങനെ എല്ലാം കൂടെ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്താൽ നന്നായി എൻജോയ് ചെയ്തിരിക്കുന്ന സമയമാണ്. അതെ, നല്ല രീതിയിൽ. എനിക്ക് റോഹിതിനാണെങ്കിൽ തന്നെ ഇപ്പം എന്താ ഒരു 4 days ഒക്കെ നമ്മൾ നോക്കിയാൽ മതിയല്ലോ ഷൂട്ടിന്റെ ഡേറ്റ്സ്, ബാക്കി ദിവസങ്ങളിൽ ഫ്രീ ആണ്. അപ്പൊ റോഹിത്തിന്റെ ബിസിനസിന്റെ കാര്യത്തിൽ എനിക്കും കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ പഠിത്തം ഫ്രണ്ട്സിനെ എടുത്ത് എൻജോയ് ചെയ്ത് ഷൂട്ട് അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും. പക്ഷെ ഈ പറഞ്ഞ ഷൂട്ട് കുറയുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഒരു എനിക്ക് പേഴ്സണലി ടെൻഷനേക്കാളും കൂടി എനിക്ക് എപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ 3 months ആയിട്ട് നമ്മുടെ എല്ലാ ഷൂട്ടും കൊച്ചിയിലേക്ക് മാറുന്ന ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ഈശ്വര അപ്പൊ ഈ മീഡിയയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കും? വീട്ടിലൊന്നും ചെയ്യാനുണ്ടാവില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കണം. ബിസിനസ് ആണെങ്കിലും വലുതായിട്ട് റോഹിത്തിന്റെ ആയതുകൊണ്ടും അങ്ങനെ ഭയങ്കര വലിയ ഹാർഡ് വർക്കിംഗ് സീൻ അല്ലാത്തത് കൊണ്ടും എനിക്ക് ഹാർഡ് വർക്കിംഗ് കുറവായതുകൊണ്ടും ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് ഒരുപക്ഷെ ഞാൻ ഈ 9 to 5 ഒന്ന് ആലോചിച്ച് നോക്കിയത്. 9 to 5 കൂടെ ചെയ്ത് നോക്കിയാൽ ഒരു സാധനം ഒന്ന് കുറഞ്ഞു നിൽക്കുമ്പോൾ മറ്റേത് എന്താണെന്നുള്ള എക്സ്പ്ലോർ ചെയ്യാം, നല്ലതായിരിക്കും. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാൻ എംപ്ലോയീസിൻ്റെ അടുത്ത് ഒരു നെയിൽ ആർട്ടിൻ്റെ അതിപ്പോഴും ഇതുള്ളതായിട്ട്, അപ്പം പിന്നെ ഞാൻ എംപ്ലോയീസിൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റാ. അപ്പം എൻ്റെ പാർട്ട്ണർ പറഞ്ഞു നീ ബിസിനസ് ചെയ്യാൻ കൊള്ളൂല, അവരെന്തെങ്കിലുമൊക്കെ ദയനീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ അവരെടുക്കുന്ന എഫേർട്ട് കാരണമാണല്ലോ നമ്മൾ സക്സസ് ആവുന്നത്. അപ്പൊ അവർക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ എൻ്റെ പാർട്ട്നേഴ്സ് അങ്ങനെയല്ല കാണുന്നത്, നമ്മൾ പേ ചെയ്യുന്ന സ്റ്റാഫുകളാണ്, അവർ അതിൻ്റെതായ രീതിയിൽ നിൽക്കണം. അപ്പൊ ഇവരുടെ വിഷമങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറയുമ്പോൾ അയ്യോ എനിക്ക് പിന്നെ സഹിക്കത്തില്ല. ലീവ് എടുത്തോന്നൊക്കെ പറയും. ലീവ് എടുക്കൽ മാത്രമല്ല അവരറിയാണ്ട് ഞാൻ തന്നെ ഫണ്ട് റേസ് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഡയറക്റ്റ് മുട്ടുന്നത് അത്ര സേഫ് അല്ലെന്നല്ല, ഞാനും കൂടെ അവരെ അങ്ങ് എന്താ പറയുന്നത് അവരുടെ ഇല്ലാണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ടായി. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഓവർ ടെൻഷൻ ആവേ, അയ്യോ അവരൊന്ന് കഴിച്ചു കാണും, ഇനി ആ വിഷമത്തിൽ അവർ ഇരിക്കുമായിരിക്കും, അവരെങ്ങനെ അവരെ കൊച്ചിനെയും കൊണ്ട് പോയിട്ടുണ്ടാവും, ഇതൊക്കെ ആയിരിക്കും എന്റെ ടെൻഷൻ. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അതിനേക്കാളും നല്ലത് റോഹിത്തിന്റെ ബിസിനസ് നോക്കുന്നയാ, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാനൊന്ന് സൈഡാക്കി വെച്ചു. അപ്പം നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അതെന്നെ ആ ടൈപ്പ് എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കുറച്ച്
അപ്പൊ എങ്ങനെ എനിക്ക് ജോലികൾ തന്നോ ഞാൻ ചെയ്തോളൂ. വർക്ക് അസൈൻ ചെയ്തോ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്ത് വേണം അത് പട്ടിപ്പണി വേണേലും ഞാൻ ചെയ്യും. എനിക്ക് റൂത്തിന്റെ പിന്നെ ഓട്ടോക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി നമ്മളത് തുടങ്ങുന്ന സമയത്ത് അവർ ഈവൻസിന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എനിക്ക് തന്നോ, ഞാൻ A to Z ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അവർ ഓൾറെഡി അവിടെ ഉള്ളവരായിട്ട് അവർക്ക് എല്ലാം അറിയാം. വണ്ടികളുടെ കാര്യം, സ്പെയർ പാർട്സ് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ കാര്യം, ഈവൻസിൻ്റെ ആങ്കറിനെ അറേഞ്ച് ചെയ്യുന്ന കാര്യം, സെറ്റ് ഇടുന്ന കാര്യം. രാവിലെ ഞാൻ അവിടെ പോയിട്ട് ഫുള്ള് സെറ്റിങ് ക്ലീനിങ്ങിന് വേണ്ടി ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. വൈകുന്നേരം വരെ എനിക്കൊന്ന് അന്ന് യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ കൊണ്ട് സ്വന്തം ഉദ്ഘാടനത്തിന് വോക്കി ടോക്കി ആയിട്ട് ഞാൻ ഓടുന്നു. ബിക്കോസ് ഐ ലവ് ഡൂയിങ് ദാറ്റ്. ഞാൻ റൂത്തും ആൾക്കാരും മറ്റേ റൂത്ത് പാർട്ട്ണർ ഉണ്ട്, അപ്പൊ റൂത്തും ഇതിനും പൊക്കോ എന്താ ചെയ്തോ, ബാക്കി മൊത്തം ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. എനിക്കത് ഇഷ്ടമാണ്. അങ്ങനത്തെ ജോലികൾ എനിക്ക് ജോലി തന്നോ ഞാൻ വേണേ ചെയ്തോളാം. അതിപ്പോ വീട്ടുപടി തന്നാലും എനിക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഡിഫറെന്റ് ആയി. അതെ, ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇനിയിപ്പോ ഞാൻ ചോദിക്കാം, ഭാര്യ എന്ന് പറഞ്ഞൊരു സീരിയലില് ചെയ്തായിരുന്നു. അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു റോളാണ്. എങ്ങനെയാ അങ്ങനെ ഒരു സീരിയലിലോട്ട് എത്തിയത്? എന്തായാലും അതും ഈ പറഞ്ഞ പോലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരൊരു പൈലറ്റ് എപ്പിസോഡിന് വേണ്ടിയായിരുന്നു ആദ്യം സജഷൻ ചോദിച്ചത്. സോ അവർക്ക് ടിപ്പിക്കൽ ചെയ്യുന്ന പിന്നെ നായികമാരുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, നല്ല നീളം മുടി, കാണാൻ ഭയങ്കര ഒരു നാടൻ ലുക്ക്, സോഫ്റ്റ് ഫേസ്, ഇതൊന്നും വേണ്ട. അവർക്ക് ഭയങ്കര ഒരു മോസ്റ്റ് മോഡേൺ നല്ല പൊക്കമുള്ള ഒരാളെയാണ് നോക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഹീറോയിൻ ആണ്. പക്ഷെ ഈ ഹീറോയിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. അത് പാരന്റ്സ് കാരണം ഉണ്ടാവുന്ന ഒരു കുട്ടി, ഒരു പൊട്ടിപ്പെണ്ണെന്നുള്ള രീതിയിലത്തെ ഒരു രീതിയിൽ, എന്നാൽ അത്യാവശ്യം ഭയങ്കര ബോൾഡാണ് ലുക്കിൽ. അങ്ങനത്തെ ഒരു റോള് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ പൈലറ്റ് എപ്പിസോഡല്ലേ, അത് വെറുതെ ആ ചാനലിൽ കാണിക്കാനല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി ചെയ്ത് കൊടുത്തു. അപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അവനേക്ക് അറിയത്തില്ല വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇതാ ചാനലുകാർക്ക് കണ്ടപ്പോൾ അവർ പറഞ്ഞു കാസ്റ്റ് ഹെർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ ഒരിക്കലും നടക്കില്ല, കാരണം എനിക്ക് അഭിനയം തീരെ വരത്തില്ല, എനിക്ക് ചെയ്യാൻ അറിയില്ല. പക്ഷെ അവർ കുഴപ്പമില്ല, ഇത് നല്ലതാണെന്നും പറഞ്ഞിട്ടാണ് ഞാൻ അത് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു 100 എപ്പിസോഡ്, ആദ്യം 50 എപ്പിസോഡ് ചെയ്തു തരാം, അത് കഴിഞ്ഞ് ഞാൻ മാറും എന്ന് പറഞ്ഞു. പക്ഷെ 50 എപ്പിസോഡ് എടുത്തപ്പോൾ ആ ട്രാക്കിലേക്ക് വരുന്നേ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഇച്ചിരി കൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കും കൂടെ അത് സേഫ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 100 എപ്പിസോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് അവാർഡ്സും കാര്യങ്ങളും കിട്ടി തുടങ്ങി. പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ, എനിക്ക് ഡബ് ചെയ്തത് പാർവതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാണ്. അപ്പോൾ അവള് നന്നായിട്ടാണ് അതിന് ഡബ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഈ മലയാളം ഭയങ്കര പൊട്ടയാണ്, പക്ഷെ അവളത് ഡബ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് വരുന്നത്. അതങ്ങനെ ഭയങ്കരമായിട്ട് റെക്കഗ്നീഷൻ കിട്ടി. പുറത്തിറങ്ങുമ്പോൾ അമ്മമാരൊക്കെ മനസ്സിലായി ദുഷ്ടാണെങ്കിലും മറ്റേ ഞുള്ളു വെച്ച് തരുമോ, ചില സമയത്തുണ്ടല്ലോ ഇനി ഒറ്റ അടിച്ചു തരാൻ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് അല്ല. പിന്നെ ഞാൻ അതിൽ വണ്ടി ബുള്ളറ്റൊക്കെ ഓടിക്കും. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ ദിവസം മതിൽ ചാടി, എന്റെ ദൈവമേ ഞാൻ പറഞ്ഞു ഇവളല്ലേ മതിലല്ല അതിനപ്പുറവും ചാടും, അങ്ങനെയൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇപ്പൊ ആ ക്യാരക്ടറിനോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ പ്രോബബ്ലി ഞാൻ ഏറ്റെടുക്കും. അപ്പം കാണാം നിങ്ങൾക്ക്. അതെ, അപ്പൊ തോന്നുന്ന പോലെ, അല്ലാണ്ട് ഇതുവരെ ഒന്നും മൈൻഡിൽ കിടപ്പില്ല. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലോട്ട് വരാം. അപ്പൊ ഇതൊക്കെ ചുമ്മാ എങ്ങനെയാ ബിഗ് ബോസിൽ എത്തിയേ? എങ്ങനെയാ ബിഗ് ബോസിലോട്ടുള്ള എൻട്രി? ബിഗ് ബോസിലേക്കുള്ള എൻട്രി സീസൺ 1 ഞാൻ ഈ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ കോള് വന്നായിരുന്നു അല്ലേ? അപ്പൊ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ലൈക്ക് ഏഷ്യാനെറ്റ് നമുക്ക് ഭയങ്കര കമ്പനി ഉള്ളതാണല്ലോ. അപ്പം ഭാര്യ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വരവ് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 50th എപ്പിസോഡിൽ ഗസ്റ്റായിട്ട് കയറാൻ പറഞ്ഞു, ബാക്കി 50 ഡേയ്സ് നിൽക്കാൻ വേണ്ടി. അപ്പോൾ എഗെയിൻ അതും റിസ്ക് ആണ്, കാരണം ഭാര്യ സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് അത് കയറി കഴിഞ്ഞാൽ എന്നെ ഔട്ടാക്കിയാൽ മാത്രമേ എനിക്ക് അവിടുന്ന് നോമിനേഷനിൽ വന്ന് ഔട്ടായാൽ മാത്രമേ അവിടുന്ന് എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 2 ആഴ്ച എന്നും പറഞ്ഞാൽ എനിക്ക് റിസ്ക് എടുത്ത് പോകാനും പറ്റില്ല. അപ്പോൾ അവരോട് പറഞ്ഞു നടക്കൂല വിട്ടേക്കെന്ന് പറഞ്ഞു ഞാനത് ഉപേക്ഷിച്ചു. അന്ന് ഉപേക്ഷിച്ചു, അല്ലെങ്കിലും പോകുന്നില്ലായിരുന്നു എനിക്ക്. സീസൺ 2 വന്നു. സീസൺ 2 വന്നപ്പോൾ ഫസ്റ്റ് കോള് ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാരെ ആദ്യം വിളിക്കുന്നത്, കാരണം അവരെ പിരിഞ്ഞിട്ടുള്ള ജീവിതം എനിക്കുള്ള ആലോചിക്കാൻ വയ്യ. അപ്പോൾ അമ്മയും അപ്പയും കൂടി ഇരുന്ന് ആലോചിച്ചു വേണോ വേണ്ടോ എന്ന് ആലോചിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഇത് ആരോടും പറയാൻ പറ്റില്ല. അന്ന് ഭയങ്കര അന്ന് PR ഒന്നും ഇല്ല അല്ലേ? ഇല്ല. PR ഉണ്ടോ? PR ഇല്ല. അല്ല, PR ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ PR ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ആരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു 5 പേരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം, പോണോ വേണ്ടയോ? അപ്പൊ റോഹിത് ആദ്യം ഒന്നും വേണ്ടിയില്ല. ബാക്കി എല്ലാവരും പറഞ്ഞു പൊക്കോ, ഭയങ്കര രസമല്ലേ, നമുക്ക് അറിയാമല്ലോ നീ എങ്ങനെ, നമ്മൾ ആരും ഇല്ലാണ്ട് എങ്ങനെ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാം. പിന്നെ പൊതുവെ അങ്ങനെ ഞാൻ ഒന്നുമില്ല. അപ്പൊ പൊതുവെ ഞാൻ എന്നാന്നുള്ളത് ആൾക്കാർക്ക് അധികം ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇറ്റ് ബി ഫൺ എന്ന് പറഞ്ഞു. കുറെ പേര് പറഞ്ഞാൽ അത് നിനക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആണ്. അപ്പം മീഡിയയിലുള്ള 2 പേരോട് എനിക്കൊരു സജഷൻ ചോദിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ 2 പേരോട് സജഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആസ് എ മീഡിയ പേഴ്സൺ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും, എന്താണെന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ചിന്തിച്ചു. നമ്മൾ പറഞ്ഞു ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലാഗ് ചെയ്ത് അവരെ ഒന്നും കൂടെ വിളിച്ച് ചോദിച്ചു.
ശരി എന്നാൽ നമുക്കിത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഡീലിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്താ ഇതുപോലെ നോമിനേഷൻ ഉണ്ട്, അതിൽ വന്ന് ഔട്ടായാൽ മാത്രമേ പുറത്ത് വരാൻ പറ്റൂ, അല്ലാണ്ട് പുറത്ത് വരാനേ പറ്റില്ല. അപ്പം നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ 100 ദിവസമൊക്കെ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെ നിൽക്കും? അമ്മയില്ല, അപ്പനില്ല, ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ഫോൺ വിളിക്കാൻ പറ്റില്ല, ഇടയ്ക്ക് ഒന്നുമില്ല. അപ്പൊ അമ്മ ചോദിച്ചു അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ? അത് മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും എനിക്ക് അവിടെ വന്നാൽ മാത്രമേ എന്നെ ഇറക്കാൻ പറ്റുള്ളൂ. അതല്ല ഇപ്പൊ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും സീരിയസ് ആണ്, അങ്ങനെ സീരിയസ് ആണെങ്കിൽ മാത്രമേ എലീനേനെ അത് അറിയിച്ച് പുറത്ത് ഇഷ്ടത്തിൽ, അല്ലാതെ പക്ഷെ ഒന്നും ചെയ്യില്ല. ഇപ്പൊ അമ്മയ്ക്ക് പനിയാണ്, അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ അവരൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഫോൺ പോലും വിളിച്ച് സംസാരിക്കാൻ ഒന്നുമില്ല. സീസൺ 2ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സീസൺ 2-ലായിരുന്നെങ്കിൽ ഒരു ഫോൺ വിളിയില്ല, നമുക്ക് ന്യൂസ് പേപ്പർ ഇല്ല, ടൈം പീസ് ഇല്ല, ക്ലോക്ക് ഇല്ല, ഈവൻ എവിടെ പിന്നെ വാച്ച് ഒന്നുമില്ല, സമയം അറിയില്ല. അതായത് നിങ്ങൾ ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ കേൾക്കത്തില്ലേ രാവിലെ 8 മണി, അതുപോലും ഞങ്ങൾക്ക് കേൾക്കുന്നില്ല. ഞങ്ങളിത് അറിയുന്നത് എപ്പോഴാ മറ്റേ പാട്ട് പറഞ്ഞുതരാം. പാട്ട് കേൾക്കുന്ന അത് പിന്നീടാണ് മനസ്സിലായത്. പാട്ട് കേൾക്കുന്നതാണ് എല്ലാരും എണീക്കുന്ന ടൈം എന്നുള്ളതും. ലൈറ്റിൽ സെറ്റ് ലൈറ്റ് ഓഫ് ചെയ്യും. ആ സെറ്റ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് കിടക്കാനുള്ള ടൈമിങ്. ബാക്കിയൊക്കെ നമ്മുടെ ഒരു ഊഹാപോഹമാണ്. അതായത് രാവിലെ എണീറ്റ്, ഞാനാണെങ്കിൽ പൊതുവേ രാവിലെ എണീക്കുന്ന ആളായതുകൊണ്ട് അവിടെ അന്നത്തെ പോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പുറത്ത് വെറുതെ ഇങ്ങനെ ഇരുന്ന് ഊഞ്ഞാലാടി. അപ്പോൾ എവിടെയോ ഒരു അമ്പലത്തിൽ ഒരൊച്ച കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി അമ്പലത്തിൽ രാവിലെ ഒച്ച കേൾക്കുന്ന 6 മണി സമയത്തല്ലേ. അത് ഞാൻ അറിയാണ്ടൊന്ന് ഒച്ചത്തി പറഞ്ഞതിന് ബിഗ് ബോസ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പുറത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നുവെച്ചാൽ നമുക്ക് ഈ കിട്ടുന്ന ഒരു 100, ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഉണ്ട് ഇവരുടെ. അതൊക്കെ വായിച്ചാ? ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്മൾ സൈൻ ഇട്ട് നമ്മുടെ പേയ്മെന്റിന്റെ കാര്യം, നമ്മൾ അവിടെ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തത് കാര്യങ്ങളും ഒക്കെ എഴുതി നമ്മൾ അവരുടെ ആയിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ, അത് എല്ലാവർക്കും ഉള്ള സംഭവമാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതി പേയ്മെന്റ് ഉൾപ്പെടെ സൈൻ ചെയ്തിട്ട്. അപ്പൊ അതിലിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുത്തെ എന്താ നമ്മൾ പാരന്റ്സിനെ പേരെടുക്കാൻ പാടില്ല, പുറത്തെ കാര്യങ്ങൾ നമ്മളൊന്നും പറയാൻ പാടില്ല, നമ്മൾ അവരുടെ ഫാമിലിനെ പറയാൻ പാടില്ല, തെറി വിളിക്കാൻ പാടില്ല, ഇടിക്കാൻ പാടില്ല, എല്ലാത്തിലും ഉണ്ട്. ചവിട്ടാൻ പാടില്ല, പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞാൽ 500 രൂപ വെച്ച് ഫൈനോ, അങ്ങനെ ഉൾപ്പെടെ കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേയ്മെന്റിന്റെ കാര്യം എവറി വീക്ക് ആയിരിക്കും നിങ്ങൾക്ക് എത്തുക, അതിനാണ് അതിന്റെ ഇത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ വായിച്ചിട്ട്, കാരണം ഒരു പ്രോഗ്രാം ആണല്ലോ, അപ്പൊ ഇതെല്ലാം വായിച്ച് നോക്കിയാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ പോകുന്നത്. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം. അങ്ങനെ എഴുതുമല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ അകത്ത് ആ റൂൾ ബുക്ക് വായിച്ചിട്ടുള്ള ഒരുത്തനാണ് അതിന്റെ ഉള്ളിൽ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലായിരിക്കും കളിക്കുന്നത്. അങ്ങനെ കളിക്കുന്നവനെ ഇവര് പറയും സേഫ് ഗെയിം എന്ന്. ഒരു പ്രോഗ്രാം, ഇപ്പൊ ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, ഇങ്ങനെ ഒരു മാന്യമായിട്ട് ഇരിക്കുക, അതുപോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അപ്പൊ ആസ് എ മീഡിയ പേഴ്സൺ നമ്മൾ അത് വായിച്ചിട്ട് ശരി അങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പോഴാണ് അത് മാറി അവർക്ക് തോന്നണ പോലെ കണ്ടന്റ് ആണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിൽ വരുന്നത്. എനിക്കത് ഇപ്പോഴും എനിക്ക് അതിന്റെ ഇപ്പൊ എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായി. കാരണം ശരിയാണ്, നമ്മളൊരു പരിപാടി ഇരുന്ന് കാണുമ്പോൾ ഒരാള് കൊടുക്കുന്ന എഫേർട്ട് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഗെയിം അല്ല, നമ്മൾ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്, അത് കണ്ടന്റ് കെടുത്താൽ ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള ഇഷ്ടം എന്നുള്ളത്. പക്ഷെ അന്നൊക്കെ കണ്ടന്റിനേക്കാളും കൂടുതൽ ഒരു ഗുഡ് ഗെയിമർ എങ്ങനെയായിരിക്കണം, നമ്മൾ പബ്ലിക്കിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക്കിനെ റെപ്രസെന്റ് ചെയ്ത് പോകുന്ന ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇടിക്കാനാണോ നോക്കുക, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ശരി നമ്മൾ നല്ല കുട്ടിയായിട്ട് മിണ്ടാണ്ടിരിക്കാം എന്നായിരിക്കും വിചാരിക്കുക. ബേസിക് ലോജിക്. ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരുന്ന ഇങ്ങനെ നമുക്ക് ഒരാഴ്ച ഒരു 3 ദിവസമൊക്കെ നമ്മൾ കോൺഷ്യസ് ആവും. കാരണം ഞാൻ കള്ളം പറയല്ല, ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം ഇത് ക്യാമറയാണ്, ലേപ്പിലുണ്ട്, ഇത് ലൈറ്റ് ആണ്, ഇത് എപ്പിസോഡായിട്ട് പോകുമ്പോൾ എന്താ പോവാന്നുള്ളത് അറിയില്ല. പക്ഷെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ വർത്താനം പറഞ്ഞാലാണ്, ഇപ്പൊ ഞാൻ ഒരാളെ പോടാ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാഡ് ആയിട്ടായിരിക്കും ആൾക്കാർ കാണാന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ആ സമയത്ത്. ഇന്ന് ഞാനിപ്പോ ഒരാളെ പോടാ പട്ടിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാഗ്രാമിൽ നല്ല അടിപൊളി BGM ആയിട്ട് അവർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു പെണ്ണാണെങ്കിൽ ചിലപ്പോൾ അടിപൊളിയായിട്ട് പോകും. ഇല്ലെങ്കിൽ പറയും ഞാൻ അഹങ്കാരിയാന്ന് പറഞ്ഞു പോകും. അതേസമയം ആണാണെങ്കിൽ ഉറപ്പിച്ചോ അത് അടിപൊളിയായിട്ട് അത് ഗ്യാരണ്ടിയാന്ന് എൻ്റെ ഒരു പേഴ്സണൽ. അപ്പൊ ഞാനിപ്പോ ഇടയ്ക്ക് ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നും ചില കണ്ടസ്റ്റന്റ് ചില ആൾക്കാരുടെ അടുത്ത് വർത്താനം പറയുന്ന രീതി എനിക്ക് മാസ് സൂപ്പർ സൂപ്പർ, പക്ഷെ അതേ കണ്ടസ്റ്റന്റ് തന്നെ വേറൊരാളുടെ അടുത്ത് വർത്താനം പറയുമ്പോൾ അത് ഇച്ചിരി ഓവറായി പോയോ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് അതൊന്നും അറിയത്തില്ലല്ലോ. സോ ബേസിക്കലി ഞാൻ 3 ദിവസം ഇത് ക്യാമറയാണെന്നുള്ളത്. പിന്നെ അത് നമ്മൾ അതിന്റെ ലൂപ്പിലായി പോകും. ഈ ലൂപ്പ് എന്ന് പറയുന്നത് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കണം, അവിടെ ഗെയിം കളിച്ചാലേ ബാക്കിയുള്ളവർ നമ്മുടെ പേര് നല്ലതാന്ന് പറയുള്ളൂ. ഇല്ലേ നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ അയ്യോ ആൾക്കാർ വിചാരിക്കും
നമ്മൾ ചീത്തയായിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടായിരിക്കും കളിക്കുന്നത്. പിന്നെ നല്ല ഗെയിം കളിച്ച് നമ്മൾ ക്യാപ്റ്റൻ ആയാലേ നോമിനേഷനിൽ വരാണ്ടിരിക്കുള്ളൂ. നമ്മുടെ ഗെയിം അനുസരിച്ച് ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, കാരണം ആ ഗെയിം അങ്ങനെ ആണല്ലോ. അപ്പം ആ ഗെയിമിൽ നന്നായിട്ട് കളിച്ച് നമ്മൾ നന്നായിട്ട് പൂർത്തിയാക്കിയാലേ നമുക്ക് ലക്ഷറി ബഡ്ജറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു 3000 രൂപ കിട്ടുള്ളൂ. ഈ 3000 രൂപ സാധനങ്ങൾ വാങ്ങാം. ഇപ്പോഴൊക്കെയാണ് ഇവർക്ക് പിന്നെയും ഇപ്പൊ ഇവർ പറയും ഫുഡ് അധികം കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ ദാല് മാത്രം കഴിച്ച് ജീവിച്ചാലേ, വെജിറ്റബിൾസ് തീർന്നിട്ട് വാട്ടർമെലൻ തൊണ്ട് വരെ നമ്മൾ അരിഞ്ഞ് എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പരീക്ഷിച്ച് നോക്കിയ ആൾക്കാരായിരുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നും ഞങ്ങൾ ടോട്ടലി മാറി ബിഗ് ബോസിന്റെ ലൂപ്പിലാണ് ആയി പോകുന്നത്. പിന്നെ ഈ ഗെയിം പ്ലാന്, നിലപാട്, അതൊക്കെ എന്താണെന്നുള്ളത് ഇപ്പം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പോയ സീസണിൽ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഗെയിമിന് വേണ്ടി അവിടെ തരുന്ന ടാസ്കുകൾ നന്നായിട്ട് ചെയ്യുന്നു. എന്നെ പേഴ്സണലി എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം അതിൽ ഇടപെടുന്നു. കാരണം നമ്മൾ വീട്ടിലും അങ്ങനെയല്ലേ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ തന്നെ അമ്മയും അപ്പനും എന്നെ പറ്റി കുറ്റം പറയുമ്പോൾ മാത്രമേ ഞാൻ അതിൽ പെടുന്നുള്ളൂ. അമ്മയും അപ്പനും തമ്മിൽ വഴക്കടിക്കുന്നതിന് ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾ എന്തിനാണ് വഴക്കടിക്കുന്നത്, അമ്മ പറഞ്ഞ ശരിയല്ല, അപ്പം ഒരിക്കലും എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ നമ്മൾ അവിടെ. അങ്ങനെയല്ല കോൺസെപ്റ്റ്. ഇടപെട്ടില്ലെങ്കിൽ അവൻ സേഫ് പ്ലെയർ അല്ല, പിന്നെ നിലപാടില്ലാത്തവനാണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സമയത്ത് വേറെ കണ്ടസ്റ്റൻസ് ആയിരുന്നു അവിടെ കണ്ടന്റ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. കണ്ടന്റ് മേക്കിംഗ് എന്താന്നുള്ളത് ബാക്കി ബിഗ് ബോസ് സീസണുകൾക്ക് പറഞ്ഞു കൊടുത്തതിന് വളരെയധികം നന്ദി. പക്ഷെ എത്ര നാളുണ്ടായിരുന്നു നിങ്ങള്? 75 days. ആ 75 days ഞങ്ങൾ അടച്ചുപൂട്ടി എല്ലായിടത്തും പൊക്കോളാം. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഫോണൊന്നും കിട്ടിയെങ്കിൽ സംസാരിക്കാൻ പറ്റിയെങ്കിൽ? അങ്ങനെ ഫോൺ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതല്ല, ഞാൻ ഈ ചില സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഇപ്പം എന്നെയൊക്കെ ഒരുപാട് തവണ അവിടെ കോർണർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ല അത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്, ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. ഞങ്ങളുടെ 24/7 ഉണ്ടായിരുന്നെങ്കിൽ പ്രോബബ്ലി ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന സീസൺ 2 അല്ലായിരുന്നു ഞങ്ങളുടെ സീസൺ 2. ഐ ക്യാൻ സേ ദാറ്റ്. ബിക്കോസ് പലപ്പോഴും പല സമയത്ത് എന്നെ ഇവർ ആദ്യം നോമിനേഷനിൽ ഇടുമ്പോഴും അത് കഴിഞ്ഞ് ഞാൻ പെർഫോം ചെയ്തിട്ടുള്ളതൊന്നും അധികം എപ്പിസോഡ്സിൽ വന്നിട്ടില്ല. ഒരു പക്ഷെ അതൊക്കെ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 24/7 വന്നിരുന്നെങ്കിൽ ഇപ്പം ചില എന്താ പറയുന്നത് കണ്ടസ്റ്റൻസ് നമ്മൾക്ക് ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ കാണുന്നത് നമുക്ക് ചിലരെ ഇഷ്ടം ഉണ്ടാവും, ചിലരെ ഇഷ്ടം ഉണ്ടാവില്ല. അതൊക്കെ മാറി മറിയാനുള്ള ചാൻസസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സീസണിൽ 24/7 ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഐ വുഡ് റിയലി സേ. ആണല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ചില ആൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു എന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കയറുന്ന സമയത്ത് ഞാൻ രഞ്ജിനീനെ പോലെ ഭയങ്കര അഹങ്കാരിയായിരിക്കും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടി ഉണ്ടാക്കുന്ന ആളായിരിക്കും. പക്ഷെ അല്ല, എലീന ഭയങ്കര പാവമാണ്, എലീന ഭയങ്കര നല്ല കുട്ടിയാണ്. സി ദർ ഇസ് നത്തിങ് കോൾ ലൈക്ക് എന്താ ഞാൻ പാവം ഞാൻ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കഴിഞ്ഞ് എനിക്കൊരു ലോകമുണ്ട്, എനിക്ക് തിരിച്ച് വീട്ടിൽ അങ്ങനെ നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കോ? അല്ല, കോൺഷ്യസ് എന്നല്ല, ഞാൻ പൊതുവേ എൻ്റെ അപ്പയും അമ്മയും വളർത്തി തന്നെ ഒരു ആർമി ട്രെയിനിങ് പോലെയായിരുന്നു. എന്താ ഒരാളോട് വർത്താനം പറയുന്നതിന്റെ രീതി, അല്ലെങ്കിൽ ഒരു എൽഡർ ആയിട്ടുള്ള ഒരു പേഴ്സന്റെ അടുത്ത് വഴക്കടിക്കുന്ന എങ്ങനെ, വഴക്കടിക്കാൻ എന്നെ ഒന്നാമത് അങ്ങനെയല്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ട്രെയിൻഡായി വന്ന് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ബിഗ് ബോസിന് വേണ്ടി എനിക്ക് ഒരിക്കലും അവിടെ ആള് മാറാൻ പറ്റത്തില്ല. എൻ്റെ ഇൻസ്റ്റന്റ് ബിഹേവിയർ എന്താണോ അതായിരിക്കും ഞാൻ അവിടെ കാണിക്കാം. ഒരു തവണ ഒരാളുടെ അടുത്ത് ഞാൻ ഒച്ചത്തിൽ സംസാരിച്ചിട്ട് ഒരു മിനിറ്റ് ഞാൻ വിചാരിച്ചു ഈശ്വര ഞാൻ ആ ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞാൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സോറി അവര് കാണിച്ചിട്ടുണ്ടാവില്ല. അതിന്റെ പേര് എന്നെ കണ്ടിട്ടുണ്ടോ ഇറങ്ങി കഴിഞ്ഞിട്ട്? കാണാൻ പോയിട്ടില്ല. കാരണം കാണാൻ പോകാത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഗെയിമിന് വേണ്ടി പലതും പല രീതിയിൽ നടക്കും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ നടന്നിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു ക്ലൂ കിട്ടിയപ്പം എനിക്ക് അവരെൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗെയിമിൻ്റെ ബാഗോ അല്ലെങ്കിൽ എന്നെ അറിയില്ലാണ്ട് പറഞ്ഞതായിരിക്കും. ഇനി അത് കുത്തിപ്പൊക്കി ഞാൻ കണ്ട് എനിക്ക് വേദനിച്ചു, അതിൻ്റെ ആവശ്യമില്ല. അതിൽ നല്ലത് അന്ന് നമുക്ക് ലൈഫിലുണ്ടായ കുറച്ച് നല്ല മൊമെന്റ്സ് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അത് മതി. നല്ലതാണ്. എനിക്ക് എനിക്കൊന്ന് ലാസ്റ്റ് വീക്കായിരിക്കാം പേർപ്പസ്ഫുള്ളി എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഇട്ടെറിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ബിഗ് ബോസിന്റെ ഒരാളല്ല. അവിടെ അതിജീവനം അതിനാണല്ലോ നമ്മൾ അപ്പൊ ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. എന്തിനായിരിക്കും ഇവരെന്നെ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ 24/7 അല്ലെങ്കിൽ അതല്ലാതെ കണ്ടിട്ടില്ലേ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കരയുമ്പോ അല്ലെങ്കിൽ ഭയങ്കര വിഷമിക്കുമ്പോ ബിഗ് ബോസ് വിളിച്ചിട്ട് നിങ്ങൾക്ക് അതുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. ഞാൻ ഈ സീസണിൽ ഫുട്ബോൾ ഇച്ചിരി ഇരുന്നിട്ട് ഞാൻ ബിഗ് ബോസ് മെഡിക്കൽ ക്യാമറ പോലും ഇത്രയും പ്രാവശ്യം കൺഫെഷൻ റൂമിലേക്ക് വിളിക്കും. പക്ഷെ വേറൊരു വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തെ ആൾക്കാരും നമ്മളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷെ നമ്മൾ മീഡിയ ആയിട്ട് യൂസ്ഡ് ആയതുകൊണ്ടും നമ്മൾ കുറച്ച് സീനിയർ എന്നല്ല പറയുന്നത്, കുറച്ചും കൂടെ എന്താ പറയുന്നത് മീഡിയ ആയിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അവരൊരു പക്ഷെ അല്ലെങ്കിൽ എന്താ പറയുക അവര് നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മളെ തളർത്തിയാലായിരിക്കാം ഒരു പക്ഷെ നമ്മൾ അവിടെ എങ്ങനെ ഗെയിം കളിക്കും എന്നുള്ളത്
അവർക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും അങ്ങനെ തൊട്ടേനെ പിടിച്ചതിനെ നമ്മളെ വിളിക്കാണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ ഷോയിനെക്കാട്ടിലും അപ്പുറം കണ്ടന്റ് കിട്ടുന്നത് കൺഫെഷൻ റൂമില്ല. ഇങ്ങനെ വിഷമിക്കുമ്പോഴേക്കും വിളിച്ചിട്ട് സമാധാനിപ്പിക്കും, കൊറേ ബൂസ്റ്റ് ചെയ്യും. അതില്ല എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ അലീനനെ? എന്നെയാണ് ആദ്യം കൺഫെഷൻ റൂമിൽ വിളിക്കുന്നത് ടാസ്ക് വായിക്കാൻ വേണ്ടി. അതല്ല അതിങ്ങനെ സമാധാനിപ്പിക്കാൻ ഒന്നും വിളിച്ചില്ല, ഒരിക്കലും വിളിച്ചില്ല. എനിക്ക് തോന്നുന്നു പിന്നെ എപ്പോഴും ഒരിക്കൽ എന്നെ വിളിച്ചിട്ടില്ല. എൻ്റെ റീസൺ പറഞ്ഞാൽ എനിക്കൊന്ന് ആര്യ ചേച്ചിനെയും ഫുക്രുവിനെയാണെന്ന് തോന്നുന്നു. അവരെന്തോ ഗെയിമിൻ്റെ ഇടയ്ക്കെങ്ങാണ്ട് മാറിയിരിക്കുമോ എന്തോ ചെയ്തു, അതോ ഗെയിം കഴിഞ്ഞിട്ട് എന്തോ മാറിയിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല. പിന്നെ എനിക്കൊരു മെഡിക്കൽ എമർജൻസി വന്നപ്പോൾ എന്നെ പുറത്തേക്ക് കൊണ്ടായിരുന്നു മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോൾ മാത്രം ഇവർ മാറിയിരുന്നപ്പോൾ കണ്ട് ഇവരെ വിളിച്ചിട്ട് ഒരു കാഷ്വൽ ടോക്ക് ചോദിച്ചാൽ എന്ത് പറ്റി. അപ്പോൾ ഇവർ വെച്ചില്ല പെട്ടെന്ന് എലീനെ. ബിക്കോസ് ഞങ്ങൾ ചെയ്യുന്ന ടാസ്കുകളെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഗ്രൂപ്പ് ടാസ്ക് ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാൻ ഉണ്ടാവും. ഓക്കെ, ഇന്ന് രാത്രി നമ്മൾ 3 പേരാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ നമ്മളത് എങ്ങനെ വർക്ക് ആട്ടെ. ഇപ്പം അതിൽ നിന്ന് പെട്ടെന്ന് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ അങ്ങ് സങ്കടമായി, ഞാനും ഇല്ലാണ്ടായിപ്പോയി. അപ്പോഴെങ്ങാണ്ട് ഒരിക്കൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് ഇവരോട് ഇങ്ങനെ എന്ത് പറ്റി. അപ്പോൾ പറഞ്ഞില്ല എലീനയുടെ കാര്യം ചോദിക്കാം. അപ്പോൾ പറഞ്ഞില്ല എലീന ഉണ്ട്, ഇപ്പം തന്നെ തിരിച്ചെത്തും. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ സീസണിൽ ആർക്കും ഒരു സമാധാനം, ഒരു നല്ല വാക്ക് പോലും. പക്ഷേ ഇപ്പോഴത്തെ സീസണേക്കാളും കുറച്ചുകൂടി ഗെയിം സ്പിരിറ്റ് കൂടുതലായിരുന്നു ആ സീസണിൽ. ഗെയിം സ്പിരിറ്റ്, ഫിസിക്കൽ ടാസ്കുകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ എല്ലാ സീസണുകാരും പറയും അവർക്കായിരിക്കും ഏറ്റവും ഫിസിക്കൽ ടാസ്ക് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ഫിസിക്കൽ ടാസ്ക്, ഹെവി ടാസ്കുകളായിരുന്നു. ഹെവി ടാസ്കുകളും ഉറക്കം അളിച്ച് ഇരിക്കേണ്ട ടാസ്കുകൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ആദ്യം അപ്ഡേറ്റഡ് ആയിരുന്നേ. പിന്നെ ഒരു ഷൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു 4-5 ഡേയ്സ് മാറി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്കും അതിന്റെ ആ ട്രാക്ക് വിട്ടുപോയി. ഇപ്പൊ കാണുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ കാണുന്നില്ലെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വരുന്നത്, ഇൻസ്റ്റയുടെ കട്ട്സ് ഒക്കെ ഫ്രണ്ട്സ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് സെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ത്രൂ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അല്ലാണ്ട് ഭയങ്കര കാണാൻ പറ്റുന്നില്ല. അത് അന്നത്തെ ആ ഒരു ഫ്ലോ പോയതിനു ശേഷം പിന്നെ കാണുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്തവണ എനിക്കറിയത്തില്ല, എനിക്ക് ഇത്തവണ ടാസ്കുകൾ കുറവാണ്. കൂടുതലും മറ്റേ എന്തോ 3-4 റൂമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ടാസ്കുകൾ കുറവായതുകൊണ്ട് ഒരു ഗുമ്മില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടുന്നതും. അതായത് ശരിക്കുള്ള ബിഗ് ബോസ് എന്താണോ അവർക്ക് വേണ്ടത്, ഒരുപാട് കണ്ടന്റും കാര്യങ്ങളും നമുക്ക് തന്നെ ഇരുന്ന് ഇന്ന കാര്യം ശരിയല്ല, ഇന്ന കാര്യം ശരിയാണ് എന്ന് പറയുന്നത് കുറെ സാധനങ്ങൾ. മറ്റേത് ഗെയിം കഴിഞ്ഞാൽ എല്ലാവരും മറ്റേ ഗെയിമിന്റെ ഉള്ളിൽ ഒരു അടി ഉണ്ടാവും, ഗെയിം കഴിഞ്ഞൊരു അടി ഉണ്ടാവും, ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി ഒരു അടി ഉണ്ടാവും, ഞങ്ങളുടെ എല്ലാത്തിനും ഓരോ അടി ഉണ്ടാവും. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും നമ്മളൊരു കുടുംബമാന്ന് പറയും. അതൊരു ഭയങ്കര ഇവിടെ വെച്ച് തീർന്നു എന്ന് ഞങ്ങളൊരു കുടുംബമാന്ന് പറയും. ഇപ്പൊ ബിഗ് ബോസ് അതെല്ലാം അവിടെ നിൽക്കട്ടെ, ആക്ടിങ്, ആങ്കറിങ് അതൊക്കെ നിൽക്കട്ടെ, ഈ IPS അതും എല്ലാം നിൽക്കട്ടെ, എല്ലാം മാറ്റിക്കളാം. ഇതൊന്നും അല്ലാതെ വേറെ എന്തൊക്കെയാ അലീനക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ്? സോറി, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് വണ്ടി ഡ്രൈവിംഗ്. അതും ഞാനൊരു ഓപ്ഷനായിട്ട് എടുത്തല്ല. എവിടെയോ കേട്ടു പുറത്ത് ട്രക്ക് ഓടിക്കാൻ പോകുന്നു, ഭയങ്കര അടിപൊളി. മറ്റേ അടുത്ത പരിപാടികൾ സെറ്റ് ചെയ്യാണ്. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ഞങ്ങളുടെ ബിസിനസ്സും വണ്ടി സംബന്ധമായിട്ടുള്ള ബിസിനസ് തന്നെയാണ്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ആള് കെട്ടിയവനും അടിപൊളി വണ്ടിയുടെ ഭ്രാന്തുള്ളതുകൊണ്ട് വണ്ടി ഞങ്ങളും ഡ്രൈവ് ചെയ്യും. ലോങ് ഡ്രൈവ് ഒക്കെ പോകാൻ ഇഷ്ടമാണ്. ലോങ് ഡ്രൈവ് പോകാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പണ്ട് എന്നെ എല്ലാവരും മറ്റേ ടൈറ്റിൽ പറയായിരുന്നു, ബുള്ളറ്റിൽ വരുന്നു എലീന, റൈഡറാണ്. സംഭവം റൈഡർ എന്ന് പറഞ്ഞാൽ പാല് മേടിക്കാൻ പോകുന്ന റൈഡർ മാത്രമായിരുന്നു. പുറത്തൊന്നും എനിക്ക് അധികം പോകാൻ പറ്റിയിട്ടില്ല ഈ ഷൂട്ടിന്റെ സ്കെഡ്യൂൾ കാരണം. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഈ പറയുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നമുക്ക് നടക്കത്തില്ല. അതിന് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കണം. ഇത്രയൊക്കെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും എന്നെ പറ്റി നല്ലൊരാൾക്ക് ഇതുപോലെയൊക്കെ തന്നെ അടിപൊളിയായിട്ട് പോട്ടെ. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോജക്ട്സ് ആസിന് ഒന്നുമില്ല. നല്ല ഷോസ് വന്നാൽ ചെയ്യണം, ആങ്കറിംഗ് ആയിട്ട് മുന്നോട്ടേക്ക് പോയാൽ കൊള്ളാം എന്നുണ്ട്. പിന്നെ നല്ലൊരു 9 to 5 എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. അപ്പം അതും ഞാനൊന്ന് പാരലായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഒന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റബിൾ അല്ല. ഇപ്പം മീഡിയ തന്നെ ആണെങ്കിൽ ഇത് തന്നെ ശരണം, ഇങ്ങനെ തന്നെ പോകുന്നു, സിനിമ ചെയ്യുന്നു, അതൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. അതൊക്കെ അതിന്റെ കാരണം ഇത്രയും കാലം എൻ്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. ഒന്നും ഞാനായിട്ട് എഫേർട്ട് എടുത്ത് പോയതല്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും വന്നിട്ട് ഞാൻ ഓക്കെ ആണെങ്കിൽ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏതെങ്കിലും വരുവാണെങ്കിൽ ഇത് തന്നെയായിട്ട് മുന്നോട്ടേക്ക് പോകും. കാരണം ഇനി ഇടയ്ക്ക് വെച്ച് ഇത് പറ്റില്ല, മടുത്തു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. മീഡിയ വാസ്റ്റ് ആണ്. ഇപ്പൊ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ്, എന്നെ ചിലപ്പോൾ അറിയില്ലാത്തൊരു 100 കണക്കിന് ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ അവർക്ക് ഒരു യൂട്യൂബറിനെ അതിലും അറിയായിരിക്കും. എന്റെ അമ്മയാണെങ്കിൽ എന്റെ പ്രോഗ്രാം കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ അമ്മ യൂട്യൂബിൽ നോക്കുന്നുണ്ട്, അവരെയൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഇത് അതിന്റെ വഴി പോകുന്നു. പിന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒന്നും ആസ് ഇൻ പ്ലാൻ ഇല്ല. പക്ഷെ പറഞ്ഞാൽ നല്ല ലൈഫായിട്ട് അമ്മയും അപ്പയും റൂത്തിന്റെ അമ്മയും അപ്പയും ഞങ്ങളുടെ ഷാഡോയും
ഞങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷാഡോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അയ്യോ ഷാഡോ അയ്യോ ഭയങ്കര ഒരു പെറ്റ് ലവർ ആണല്ലേ. ഭീകരം അത്. എനിക്കൊരു എന്താ പറയുക, എന്റെ റോഡിലൊക്കെ ഷാഡോനെ കൊണ്ടുപോവോ? ട്രാവൽ ചെയ്യാൻ അധികം കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഷാഡോനെ ട്രാവൽ ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ചാൽ ഒന്ന് അവന് സൈബീരിയൻ ഹസ്കി ആയതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഭയങ്കര ഹൈപ്പറാണ്. അപ്പം ഭയങ്കര ഹൈപ്പറാണ് അവൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്യോർലി സൈബീരിയൻ ബ്രീഡ് ആയതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് മതി, ഓടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പുറകെ നമ്മൾ ഓടണം. ആ സീനാണ്. അപ്പം അതുകൊണ്ട് അവന് അത്യാവശ്യം നമ്മൾ ട്രിവാൻഡ്രം കോഴിക്കോട് ട്രാവൽ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവനെ ഒരു റിസോർട്ടിൽ കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടം കാരണം ഇച്ചിരി കൂടെ ഒന്ന് മെച്ചുവേർഡ് ആയിട്ട് കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. 2 years ഉണ്ട്. പക്ഷെ ഇതുവരെ അവന്റെ ആ ഇത് കുറഞ്ഞിട്ടില്ല. ഭയങ്കര എല്ലാരും പറയുന്നത് സൈബീരിയൻസ് മോസ്റ്റ്ലി അങ്ങനെയാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞാൽ ഞാനും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ? അപ്പൊ അപ്പൊ അവന്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ അവനെയും പറ്റില്ല. അപ്പൊ അവന്റെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കോഴിക്കോട് വീട്ടിൽ. അപ്പൊ കോഴിക്കോട് ഫുൾ ടൈം അവൻ അവിടെ ട്രാവൽ ചെയ്യും. കോഴിക്കോട് വീട്ടിൽ നിർത്താൻ വേറൊരു റീസണും ഉണ്ട്. ഇടയ്ക്ക് ട്രിവാൻഡ്രം വരും. ട്രിവാൻഡ്രത്ത് എനിക്ക് നാട്ടിലെ എല്ലാ പട്ടികളും എന്റെ വീട്ടിലുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ. നാട്ടിലെ എല്ലാ പട്ടികളും അതായത് എനിക്കിങ്ങനെ സ്ട്രീറ്റ് ഡോഗ്സിനെ ഫീഡ് ചെയ്യിക്കാറുണ്ട് അല്ലെ അവരെ? ഫീഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഐ മേക്ക് ഷുവർ ആ ഫീഡ് ചെയ്യുന്ന ഡോഗ്സ് ഒക്കെ സേഫ് ആണ്. ഒരിക്കലും എന്ന് വെച്ചാൽ ഈ കോയിന്റെ 2 ഭാഗം ഉള്ള പോലെ ഇതിലും 2 ഭാഗങ്ങളുണ്ട്. സ്ട്രീറ്റ് ഡോഗ്സ് ഡേഞ്ചറസ് ആണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ ലൈനിലുള്ള ഡോഗ്സിനൊക്കെ ഞങ്ങൾ ബെൽറ്റും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ബെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് വാക്സിൻസ് കൊടുക്കാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാത്തതിനെ പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വെള്ളവും ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ ഓക്കെയാണ്. അപ്പൊ എൻ്റെ ഒരു കോൺസെപ്റ്റ് ചില സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഭക്ഷണം ഇല്ലാണ്ട് വരുമ്പോഴും പട്ടിണി കിടക്കുമ്പോഴൊക്കെ ആയിരിക്കാം ഒരു പേ ഇളകും, ഇല്ലാന്നല്ല. പക്ഷെ എന്നാലും പൊതുവെ ഒരു 80% ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, റേഷൻ കഴിച്ചൊക്കെ നിൽക്കുന്നതിന്റെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നതായിരിക്കും. ഇവരെയൊക്കെ ഞാൻ ഇതിനൊക്കെ ചെള്ളൊക്കെ പറിച്ച് ഞാനിങ്ങനെ കൂടെ ഇങ്ങനെ പാവത്തിനെ എല്ലാത്തിനെയും നോക്കി. അവരൊക്കെ വീട്ടിലേക്ക് വരും. അപ്പൊ മഴയായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരെയും ഞാൻ ഗേറ്റൊക്കെ തുറന്ന്, അല്ലെങ്കിൽ ഗേറ്റൊക്കെ തുറന്നപ്പോ വരാറായി. അവരൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. അല്ല അതുകൊണ്ടാണല്ലേ ഷാഡോനെ കൊണ്ടുവരാത്തെ? അപ്പൊ എന്താ പറ്റുന്നല്ല, ഷാഡോനെ ഇപ്പൊ കൊണ്ടുവരാത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കറിയാം ഇത് ഷാഡോ വന്നു. പക്ഷെ ഷാഡോ അങ്ങനത്തെ സീനുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ കുറെ പൂച്ചകളുണ്ട്. പൂച്ചകൾ വെച്ചാൽ ഭയങ്കര അനുസരണയുള്ള നാടൻ പൂച്ചകളാ. വേറെ വീട്ടുകളിലെ പൂച്ചകളൊക്കെ അവരൊക്കെ വരും. അതിലൊരു 3-4 ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഷാഡോന്റെ അടുത്ത് നോ പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. പക്ഷെ പൂച്ചകളോട് നോ പറഞ്ഞാൽ അവർ കേൾക്കും. അപ്പൊ അവര് ഷാഡോ വരുന്ന സമയത്ത് ഇവരെ മേളത്തെ ഫ്ലോറിലായിരിക്കും നിർത്തുക. എന്നിട്ട് ടൈമിംഗ് ഉണ്ട്, അമ്മയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഷാഡോ പോട്ടി പോകുന്ന സമയത്ത് ഇവർക്ക് ഇറങ്ങി വന്ന് ഫുഡൊക്കെ കഴിക്കാം. ഷാഡോ തിരിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവരൊക്കെ മേളിൽ കയറി ഷാഡോ അല്ലെങ്കിൽ ഓടിക്കും. ആണല്ലേ? അതാ ഹസ്കിന്റെ നേച്ചർ അങ്ങനെയാ. പക്ഷെ ഭയങ്കര പാവാട്ടോ. അങ്ങനെ ഈ പറയുന്ന അത്ര അവൻ ഭയങ്കര കുറുമ്പാണ് അതാണെന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര നൈസാ. ഭയങ്കര നൈസാ. അവന്റെ കൂടെ ഒരു 30 സെക്കൻഡ് നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഷാഡോ ആയി പോകും. കാരണം അവന്റെ രോമം മൊത്തം പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് ഷെഡ് ചെയ്യും. ആണല്ലേ? അവരുടെ ഹെയർ ഇപ്പോഴും കാണും, എവിടെയെങ്കിലും കാണും ഷാഡോ. എന്റെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്നവനാണ് ഷാഡോ. ഓക്കെ, നമുക്ക് ഇനി ഒരു ദിസ് ഓർ ദാറ്റ് സെഗ്മെന്റിലോട്ട് കയറാം. നൈറ്റ് ഓർ മോർണിംഗ് ഏതാണ്? നൈറ്റ് ഓർ മോർണിംഗ് ഇപ്പൊ ഡിപ്പെൻസ് ആണ്. പാർട്ടി മോഡാണ്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടെങ്കിൽ നൈറ്റ് ഓൺ ആയിരിക്കും. റെഗുലർ ഡേയ്സിൽ. പക്ഷെ അല്ലാണ്ട് പൊതുവെ നോക്കുവാണെങ്കിൽ ഏർലി പേഴ്സൺ ആണ്. ഒരു 10-10:30 ആകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ 5 മണിയാകുമ്പോൾ എണീറ്റ് AC ഫാൻ ഇങ്ങനെ പോകുന്നതും ഇങ്ങനെ സൈക്കോ എന്നൊക്കെ. റിച്ച് ആൻഡ് ഫേമസ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? റിച്ച് ആൻഡ് ഫേമസ് അത് ഹാപ്പിയും കൂടെ ആക്കാൻ പറ്റുമോ? അത് അഡീഷണൽ ആഡ് ചെയ്തോ? റിച്ച് ആൻഡ് ഫേമസ്, റിച്ച് ആൻഡ് അൺനോൺ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ആരും അറിയാണ്ട് കാശ് ഉണ്ടായി. ഒരു കുഴപ്പമുണ്ട്, റിച്ച് ആയാലും നമ്മൾ ഫേമസ് ആവും. അവരറിയില്ല, അവർ പോകുമ്പോൾ പറയും ഇത് മറ്റേ പൂത്ത കാശുള്ള സീനാ. അല്ല അങ്ങനെയല്ല, ഇപ്പൊ നിൽക്കുന്ന പോലത്തെ ഒരു ഫെയിം ഇല്ലേ, നാട്ടുകാർ മുഴുവൻ അറിയാം. അതായത് റിച്ച് ആയിരിക്കണം, വീട്ടുകാരുടെ സ്വത്ത് കൊണ്ട് ഭയങ്കര കാശുള്ളവനായിരിക്കണം, പക്ഷെ ആരും അറിയരുത്. നന്നായിട്ടുണ്ട്. അത് നമ്മൾ നടക്കുമ്പോ മറ്റേ പിച്ചയായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പാസഞ്ചർ ഓർ ഡ്രൈവർ? ഡ്രൈവർ. പാസഞ്ചർ ക്യൂനെ അല്ല അല്ലേ? ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടല്ലേ? ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് അത് തന്നെയാ. ഏറ്റവും കിട്ടിയ ഭാഗ്യം അത് തന്നെയാ. ഞാൻ തന്നെ ഓടിച്ചോളും. സിറ്റി ഓർ കൺട്രി സൈഡ്?
ബോത്ത് ആണ്, ഡിപ്പെൻസ്. യാ ഓക്കെ. ചുമ്മാ ആൻഡ്രോയിഡ് ഓർ ഐഫോൺ? ഐഫോൺ. ഐഫോൺ. ഓക്കെ. അറ്റൻഡ് എ പാർട്ടി ഓർ ഹോസ്റ്റ് എ പാർട്ടി? ബോത്ത്. ബോത്ത്. രണ്ടും ചെയ്യാറുണ്ടോ? പിന്നെ ഉണ്ടോ? കോഴിക്കോടൊക്കെ ഞാനിപ്പോ ആരാന്ന് വിചാരിച്ചിട്ട് അത്ഭുതകരമായിട്ട് ഞാൻ അവിടെ പാർട്ടിക്ക്, പക്ഷെ എന്റെ പാർട്ടി ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഓക്കെ. അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞാൻ പഠിക്കുന്ന ഒരു സംഭവമാണ് കോക്ടെയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി. പക്ഷെ എനിക്ക് ടേസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യാറില്ല, പക്ഷെ എനിക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ യൂട്യൂബ് ഒക്കെ നോക്കി അല്ല, ആദ്യം സ്വന്തമായിട്ട് എന്റെ വേറൊരു ഫ്രണ്ട് ഒരു മിക്സ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചതാ. അപ്പൊ ഞാൻ മിക്സ് ചെയ്തിട്ട് അപ്പനോ റോത്തിനോ കൊടുക്കും. അപ്പൊ അവർ അല്ല, അവർ ഓക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഞാൻ നാട്ടിൽ ചെന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. നല്ല സെറ്റപ്പ് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല പ്ലാറ്റർ ഒക്കെ സെറ്റ് ചെയ്യണം, പിന്നെ കോസ്റ്റ്യൂം. ഹാലോവിൻ പാർട്ടി ഒക്കെ ഞാൻ വീട്ടിൽ നടത്തിയിട്ടുണ്ട്. ഇവിടെയോ? കോഴിക്കോട്. റോഹിത്തുള്ളടത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ബാംഗ്ലൂരാണ്. കോഴിക്കോട് എനിക്കിപ്പോ പുതിയ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ താങ്ക്സ് ഗിവിംഗ്, ഹാലോവിൻ പാർട്ടി ഒക്കെ ചെയ്യും ഞാൻ. ആരാ ഫുൾ ഇന്റർനാഷണൽ. അതുകൊണ്ട് എന്താ അവരൊക്കെ ഇപ്പൊ പുറത്ത് പോയപ്പോ അവര് പറയും നീ ഞങ്ങൾക്ക് തന്നെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇപ്പൊ അവിടെ ചെന്ന് ഞങ്ങൾ വൻ പൊളിയാന്ന്. ഞങ്ങൾക്ക് അറിയാം. ഡബ്ലിംഗിലൊക്കെ ചെന്നിട്ട് അവര് പറ്റിയ സീൻ പിള്ളേരെ ഹാലോവിന് പേടിപ്പിക്കാൻ പോകും. ഞാൻ നമ്മുടെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു, അവര് ഞെട്ടിന്നൊക്കെ. ശരിക്കും ഞാൻ പാർട്ടി ഹോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് പാർട്ടി അതാ പറഞ്ഞത് അറ്റൻഡ് ചെയ്യാനും ഇഷ്ടമാണ്. പാർട്ടി ഫ്രീ ആണ് ഞാൻ പൊതുവെ. ശരി. പനി പെട്ട മസാല ഞാനാണെങ്കിൽ എവിടെ ചെന്നാലും സേഫ് സോൺ പറയുന്നതാണ്. പക്ഷെ ബാക്കി എല്ലാ സാധനവും കഴിക്കും. എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ തട്ടടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. തട്ട് പോയി അടിക്കും. അതേ ഞാൻ തന്നെ ചിലപ്പോൾ കുറെ തട്ട് അടിക്കുമ്പോഴത്തേക്കും എനിക്ക് പറ്റും നല്ല പൊറോട്ടയും ബീഫും അടിക്കാൻ തോന്നുന്നു. കീപ്സ് ചേഞ്ചിങ്. ശരി. സ്പോണ്ടേനിയസ് ഓർ പ്ലാൻഡ്? സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സ്പോണ്ടേനിയസ്. ട്രിപ്പ് പ്ലാനിങ്ങിന്റെ പിന്നെ എവിടെയെങ്കിലും ഒക്കെ എങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ വൺ പ്ലാനിങ് ആണ്. ഭയങ്കര. എത്ര നാൾ മുമ്പൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തുടങ്ങും? എന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ഞാൻ ചിലപ്പം ഇപ്പോഴും ഒരു പ്ലാനിങ് നടക്കുവാണ്. ഗേൾസ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു 3 months മുമ്പേ 4 months മുമ്പേ ഞാൻ തുടങ്ങും. ഗൈസ് നമുക്ക് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം. ഡ്രസ്സിലൊന്നുമില്ല. ഞാൻ ഒട്ടും ഫാഷനബിൾ ആളെ അല്ല. ഫാഷനബിൾ ആണ്, ഫാഷൻ സെൻസ്. ഓൾമോസ്റ്റ് നമ്മുടെ എൻഡിലോട്ട് വരികയാണ്. നന്ദി പ്രസംഗത്തിന് ശരിക്കും ഇരിക്കുന്നു. ആരെ വിളിക്കേണ്ട നന്ദി പ്രസംഗം? ഞാൻ തന്നെ പറയും. ഞാൻ തന്നെ നന്ദി പറയും കേട്ടോ. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തന്നതിന് താങ്ക് യു വെരി മച്ച്. അങ്ങനെ പറയണം. ഇത്രയും ബിസി ഷെഡ്യൂളിൽ. ഓക്കെ, അതാണ് സീരിയസ്. ഇത്രയും ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടാക്കി പെട്ടെന്ന് ഓടി വന്ന് ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു വെരി മച്ച്. ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാം. പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞാണ്. ഈ ഇന്റർവ്യൂ നേരത്തെ എൻ്റെ അടുത്ത് ഒരിക്കൽ ചോദിച്ചപ്പോൾ ഞാൻ അന്ന് തിരിച്ചു പോകുന്നോണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്റെ കോൺവെർസേഷൻ സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ്. 25th കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ കൊച്ചിക്ക് വരും. അങ്ങനെയാണെങ്കിൽ 26th ഞാൻ തരാം. ദാറ്റ്സ് എ ഗുഡ് പ്ലാൻ. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ മറന്നു. അതെനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂർ ഞാൻ പാരസെറ്റമോൾ ഒക്കെ കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നത് എന്റെ അടുത്ത് വെച്ചിട്ട് ഇന്നേ വരാന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. ഡ്രസ് പീടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതാണ് എന്റെ പ്ലാൻ. ഇപ്പൊ മനസ്സിലായി പ്ലാനിങ്. പണ്ട് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു, ഭയങ്കര സ്മാർട്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ആയി പോയി. വെറുതെ ചുമ്മാ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ ഭയങ്കര ഫണ്ണായിരുന്നു എനിക്ക് ഈ എല്ലാരോടും പറഞ്ഞു. അല്ല, നോക്കിക്കോ, എല്ലായിടത്തും നോക്കിക്കോ, എല്ലാ എപ്പിസോഡും നോക്കിക്കോ, ഭയങ്കര ഫണ്ണായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ വരുമ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആയിരിക്കും, ചില വരുമ്പോൾ ഞാൻ ഭയങ്കര ഫോർമൽ ആയിരിക്കും. പക്ഷെ ഇത് ഞാൻ ഭയങ്കര ഫ്രീ ആണ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്ക് ചോദിച്ചോ. ഇപ്പൊ എത്ര ഇന്റർവ്യൂസ് ചെയ്തു? എത്രയാണ് ചെയ്ത്? കൊറേ ചെയ്ത്, 10 ഒക്കെ ചെയ്തിട്ടുണ്ട്. പോട്ടെ, എന്നാലും ഒരു 5 കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഫേക്ക് ആയിട്ട് ഇറ്റ് വാസ് വെരി ഫൺ ബീയിങ് വിത്ത് യു എന്ന് പറഞ്ഞിട്ടുണ്ട്? ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഫണ്ണാന്നേ പറയില്ല, ഒന്നും പറയില്ല. ഓൾ ദ ബെസ്റ്റ് അറിയാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേരെ നമുക്ക് മുന്നേ അറിയുന്നുണ്ടായിരിക്കും. ചിലവരെ നമ്മൾ ഇന്റർവ്യൂവിന് മുൻപ് സംസാരിക്കുമ്പോൾ നല്ലൊരു ബോണ്ട്, ഇപ്പം എലീനയായിട്ട് സംസാരിച്ച പോലെ ഭയങ്കര ഒരു ബോണ്ട് ക്രിയേറ്റ് ആവും, നമ്മൾ ഭയങ്കര കംഫർട്ട് ആവും. ചിലവരായിട്ട് അങ്ങനെ വരില്ലായിരിക്കും, കാരണം കുറച്ച് സമയമല്ലേ നമ്മളിവിടെ വെച്ച് കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കും അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് വന്നിട്ട് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് എല്ലാം ഇവര് കറക്റ്റ് നോക്കിയിട്ടാണ് എനിക്ക് അസൈൻ ചെയ്യാറ്. ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഇന്റർവ്യൂസ് ഒന്നും എനിക്ക് ഇവര് തരാറില്ല. ഒരെണ്ണം ചെയ്ത് നോക്കണം. അറിയില്ല ഞാൻ എങ്ങനെയായിരിക്കും അതിന് പെർഫോം ചെയ്യാൻ, എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇനി ഭാവിയിലെ ഒരു ആങ്കർ അല്ലേ? ആണല്ലോ, ഓൾറെഡി ആങ്കർ ആയി. ഇവിടെ കാണുന്നു. ഇനി അങ്ങോട്ടേക്ക് എത്ര ഇന്റർവ്യൂസ് പറയുമ്പോ ഉള്ളില് ബാക്ക്ഗ്രൗണ്ട് പറ്റും. കാരണം
ആ പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോരുത്തർ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കേണ്ട അവസ്ഥയാവും. അല്ലെങ്കിൽ ഞാനിപ്പോ യൂട്യൂബ് നടക്കണം, ഇല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കണം. ഇത് രണ്ടും എന്റെ മുന്നിൽ ഓപ്ഷൻ ഉള്ളൂ. ഇല്ല, ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഞാനും കുറെ കാലത്തിന് ശേഷം ഒന്ന് എനിക്ക് അതും ഉണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഇപ്പൊ എന്റെ ഓൾമോസ്റ്റ് എല്ലാ കഥകളും എല്ലാവർക്കും അറിയാം. ദർ ഇസ് നത്തിങ് ന്യൂ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇന്റർവ്യൂ കൊടുക്കാണ്ടിരുന്നത്. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം എനിക്കിങ്ങനെ ഒരാളുടെ അടുത്ത് ഒരാളെ കൊണ്ടുവരാൻ പറ്റി, അല്ലെങ്കിൽ അയാളുടെ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ ചിലപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുമാത്രമല്ല എലീനയാണെങ്കിലും മമ്മിയാണെങ്കിലും ഭയങ്കര കംഫർട്ടായിരുന്നു എനിക്ക്. ഞാനൊരു ടെൻഷനും ഇല്ലാണ്ട് വന്നിരുന്നതാണ്. ഇപ്പൊ ടെൻഷനായിരുന്നു? ഇല്ല ഇല്ല, സത്യമായിട്ട് എനിക്ക് ടെൻഷൻ ഇല്ല. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഈ പറഞ്ഞ പോലെ നല്ലൊരു 9 to 5 ജോബ് കിട്ടട്ടെ, അത് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു വരട്ടെ. തിരിച്ചു വന്ന് വീണ്ടും ഞങ്ങൾക്ക് മീഡിയയിലൊക്കെ ജോബിൽ കേട്ടിട്ട് നിനക്ക് അവിടെ കിടന്ന് മനസ്സിലായി മനസ്സിലായി എനിക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യുന്നറിയോ, നീ തന്നെ ഒരു ഈവന്റ് മാനേജർ കമ്പനി ഞാൻ തന്നെ ജോയിൻ ചെയ്യും, ഞാൻ തന്നെ വിളിക്കും. ജോബിന് അപ്ലൈ ചെയ്തായിരുന്നു. ഞാൻ എന്തൊക്കെ പറയാൻ ഞാൻ തിരിച്ച് മീഡിയ തന്നെ വരും. എന്റെ വാചകം കേൾക്കാൻ താല്പര്യമുള്ളവരും ഞാൻ ഷോസ് ചെയ്യാൻ താല്പര്യമുള്ളവരും എന്നെ വിളിച്ചോ, ഞാൻ ധൈര്യമായിട്ട് ഒരു ജാടയില്ലാണ്ട് വരും. പിന്നെ ഞങ്ങളൊക്കെ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ഡേ വിത്ത് സ്റ്റാർ അല്ലേ? ഓ യു വാണ്ട് ദാറ്റ് ബാക്ക്? യെസ്, അത് അങ്ങനത്തെയൊക്കെ വീണ്ടും വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറേ നേരം എലീനനെ കാണട്ടെ, ആ എനർജി ഞങ്ങൾ തിരിച്ച് കാണട്ടെ. ഓക്കെ, ലാസ്റ്റ് അല്ല ശരിക്കും ഞാനൊക്കെ കണ്ടിരുന്ന ഒരു ഷോ ആയിരുന്നു അത്. നോക്കട്ടെ, ഞാനൊക്കെ ഒരുപാട് കണ്ടിരുന്ന ഒരു ഷോ ചെയ്യും പ്രോബബ്ലി. അതെങ്ങനെയാന്നുള്ളത് അറിയത്തില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. യെസ്, ഞങ്ങൾ അങ്ങനെ ഫ്യൂച്ചറിൽ ഒരുപാട് കുറേ പ്രൊജക്ട്സ് കാണട്ടെ. ഫോർ യു ടു. ഇപ്പോഴത്തെ ലോകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. യൂട്യൂബ് തന്നെ ഏറ്റവും വലിയൊരു സംഭവമല്ല. അപ്പം ഇനിയും ഒരുപാട് പിന്നെ സെലിബ്രിറ്റീസിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളുടെ ചാനൽ കിഡിലുമായിട്ട് മുന്നോട്ടേക്ക് വരട്ടെ, മുൻനിരയിൽ തന്നെ എത്തട്ടെ. അതെ, അങ്ങനെ വലിയൊരു ചാനൽ അവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. കാരണം ഇനിയിപ്പോ മീഡിയ ഇപ്പൊ ചാനൽ പോലെ തന്നെയാണല്ലോ യൂട്യൂബ് ചാനലും. ഒരു 5 years എടുക്കുമ്പോൾ നിങ്ങളായിരിക്കും ലീഡിങ് വരുന്നത്. അപ്പൊ നിങ്ങളായിരിക്കും ചിലപ്പോൾ എലീന നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അസോസിയേറ്റ് ചെയ്താലും ചോദിച്ചു അങ്ങനെ വിളിക്കാൻ പറ്റട്ടെ. എലീനെ ഞങ്ങൾ റെഡ് കാൻഡിൽ കാണട്ടെ. അതെ, അപ്പൊ ഞാൻ ജാടയില്ലാണ്ട് നല്ല ലക്ഷങ്ങളും വാങ്ങി നിങ്ങളുടെ ഇവിടെ ലക്ഷങ്ങൾ തരാൻ ഞങ്ങൾക്ക് പറ്റട്ടെ. ദൈവമേ, വോട്ട് ഓഫ് താങ്ക്സ് എന്തോരം നേരെ പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവേ. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് ഇതിൽ ഒരു കാര്യം കറക്റ്റ് തരണേ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്. കാണാം.